പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരാഴ്ചയോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. പ്രത്യേകമായി കർത്താവ്, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ദൈവമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ ക്രോശങ്ങളെ ക്ഷമിക്കണം. കർത്താവെ, പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ആസ്വാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയുണ്ടാകണം. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പകർന്നാട്ട് കാണുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ചാട്ട് അവിടെ അങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകല മാനവ മഹത്വത്തേക്ക് തരുന്നു. യേശു പോലെ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറ്. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് സിസ്റ്റർ ഭാഗ്യ ആണ്. പ്രിയ സിസ്റ്റർ, നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ഈ ആസാദിയുടെ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. എവിടെ ജനിച്ചു വളർന്നേക്ക്? ബാംഗ്ലൂർ തന്നെയാണോ അതോ? അല്ല, മൈസൂർ. മൈസൂരിലെ ബെൽവത്ത ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നു. ഓക്കെ ഓക്കെ. എന്നിട്ട് എല്ലാം ഒന്ന് പരിചയപ്പെടാം നമുക്ക്. മലയാളം ശരിക്കും അറിയത്തില്ലെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അതെ, മലയാളത്തിലെ പ്രസംഗം ചെയ്തിട്ടില്ല, സംസാരിക്കും. സാക്ഷി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഫുള്ള്. ശരി. അപ്പം നമുക്ക് കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കണം. കാരണം ഒന്നാമത് മലയാളം അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആകാംക്ഷ, എന്തുകൊണ്ടാണ് മലയാളം അത്രയും അറിയാത്തത്, എല്ലാ കാര്യങ്ങളും ഒന്ന് പറയണം. നമ്മുടെ ഫാമിലി, നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്ന സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയാം. ഓക്കെ, പറയാം. എൻ്റെ പേര് ഭാഗ്യ ആണ്. ഞാൻ മൈസൂർ പ്രാന്തത്തെയാണ് ജനിക്കപ്പെട്ട് വളർത്തപ്പെട്ടത്. ഞങ്ങള് കന്നഡക്കാരാണ്. ഗൗഡ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ കടന്നു വന്നത് ക്രിസ്തുവിലേക്ക്. ഞങ്ങൾ അമ്മയും അപ്പനും 11 മക്കളാണ്. 11 മക്കളിലെ ഞാനാണ് പത്താമത്തെ കുഞ്ഞ്. ഞങ്ങളുടെ അപ്പനെ 8 കുഞ്ഞുങ്ങളായപ്പോ അമ്മയെ വിട്ടേച്ച് വേറെ കല്യാണം കഴിച്ചു. അപ്പൊ ആ 8 മക്കളെ അമ്മ വളർത്തിക്കൊണ്ട് വന്നു. 8 മക്കളായ ശേഷം, കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ 3 മക്കൾ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായി. എന്നിട്ട് ആ മക്കളിലെ ലാസ്റ്റ് മകളാണ് ഞാൻ. എനിക്ക് എല്ലാരും ഒത്തിരി പേര് ചത്തുപോയി. പക്ഷെ എനിക്ക് 10ാമത്തെ കുഞ്ഞിനെ ദൈവം കൊടുത്തു. പക്ഷെ എനിക്ക് 3ാം ക്ലാസ്സിലെ എനിക്ക് ഒരു പൈശാചിക പോറായിട്ട് എനിക്ക് ഞാൻ അകപ്പെട്ടു. പൈശാചിക ഒരു പ്രവർത്തിയിലേക്ക് എന്നാ പോറായിട്ട്. അപ്പോ എന്റെ മമ്മി, ഞങ്ങൾ ഗൗഡ ബാക്ക്ഗ്രൗണ്ട് ആയത് കൊണ്ട് അനേക ദൈവങ്ങളെ ആശ്രയിച്ചു. അവിടെ എല്ലാം കൊണ്ടുപോയി. എനിക്ക് വിടുതലായില്ല. എനിക്ക് മിസ്സുകളെല്ലാം അടിക്കുന്നതറിയാം, പക്ഷെ തിരിച്ച് പറയാൻ അറിയത്തില്ല. ഞാൻ കരയത്തും ഇല്ലായിരുന്നു. എനിക്ക് അറിയുന്നുണ്ട്, പക്ഷെ ഭൂതത്തിന്റെ ഒരു പ്രവൃത്തി. എന്നിട്ട് ഒരു സേട്ടു ആന്റി രക്ഷിക്കപ്പെട്ട് കൃപ പ്രാപിച്ചായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് 10 വയസ്സപ്പോ 5ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ ഞാൻ. അപ്പൊ ആ 10 വയസ്സിലെ എനിക്ക് ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ എൻ്റെ അമ്മയ്ക്ക് ഒരു ആടുണ്ടായിരുന്നു. ആട് മേയ്ക്കാൻ പോവുമായിരുന്നു. അപ്പൊ അമ്മ അവിടെ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ആരും സുവിശേഷം പറഞ്ഞില്ല, ആരും പ്രാർത്ഥനയ്ക്ക് വന്ന് വിളിച്ചില്ല. ദൈവകൃപയാലെ അമ്മ തന്നെ ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് പോയി. ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൻ ഇട്ടേച്ച് പോയത് കൊണ്ട് ചോറിനെ ആഹാരത്തിന് ഭയങ്കര, വസ്ത്രത്തിന് എല്ലാ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് വ്യാധി, ആങ്ങളമാരെല്ലാം കുടിയന്മാരായി. എന്നിട്ട് ഈ ഒരു വേദന കൊണ്ട് അമ്മ എന്താ നടക്കുന്നതെന്ന് അവരോട് ചോദിച്ചപ്പോ, ഇവിടെ പ്രാർത്ഥന നടക്കുന്നു, ഞങ്ങൾ വരാമോ എന്ന് ചോദിച്ചു. ആട്ടെ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അമ്മയ്ക്ക് ഒരു ദർശനം വെളിപ്പെട്ടവിടെ. ആദ്യം ഭയങ്കര ഭക്തിവതിയാണ് എൻ്റെ അമ്മ. ഇതിലെ അത്രേ ഭക്തിയുള്ള അമ്മയ്ക്ക് ഒന്നും വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോ അവിടെ ഒരു വെളിച്ചമാണ് കണ്ടത് അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഒരു യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു വിശ്വാസം വന്നു എൻ്റെ അമ്മയ്ക്ക്. അപ്പോ എന്നാ ചെയ്തു, ചെറിയതായിട്ട് പ്രാർത്ഥന തുടങ്ങി. അപ്പൊ എനിക്ക് ഈ പിശാച് പിന്നെ പോരെടുക്കാൻ തുടങ്ങി. അമാവാസ പൗർണമിക്ക് എൻ്റെ വയറിങ്ങനെ ഊതി വീർക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പോയി ഇരിക്കുമ്പോൾ ലാസ്റ്റ് ഈ കഴുത്ത് പോലെ എനിക്ക് വീണുപോയി. മരണത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നു ഞാൻ. അപ്പൊ പിന്നെയും ആ ആന്റി അടുത്ത് കൊണ്ടുപോയി, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച സൗഖ്യമാവോ എന്ന് അമ്മയ്ക്ക് വിശ്വാസം. കാരണം അവിടെ വെളിച്ചം കണ്ടത് കൊണ്ട് ഇവിടെ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പോയി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോ, അന്ന് ആന്റി ഡൽഹിയിലാണ് അവരുടെ വാസ്തവം. പക്ഷെ അവിടെ മൈസൂരിലെ ഒരു ഫാക്ടറി വെച്ചോണ്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചായിരുന്നു.
അവർ അന്നത്തെ കാലത്ത് കൃപാവരങ്ങളെ പ്രാപിച്ചു. പക്ഷേ ദൈവം അങ്ങനെ ആദ്യ തൊട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം ഒരുക്കി തന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നിക്കത്തിൽ ആയിരിക്കാം. പക്ഷെ അവര് പ്രാർത്ഥിച്ച് അവരുടെ അമ്മ ഡൽഹിയിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പ്ലെയിൻ ഉണ്ട്, പോകാം. അന്ന് 4 ദിവസം ട്രെയിൻ യാത്രയിൽ പോണം. ഇപ്പൊ എല്ലാം മോർച്ചറി ഉണ്ട്, അപ്പൊ മോർച്ചറി ഇല്ല. അപ്പൊ അവർ ചത്ത് കിടക്കുക, അമ്മയെ കാണാൻ പറ്റാതെ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അമ്മ എന്നെ കൊണ്ടുപോകുന്നത് അവിടെ. അപ്പോ അവരുടെ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പോയി പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരണ്ട, അവരുടെ അമ്മ ചത്തിട്ടുണ്ട്, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, കൊച്ചു ചത്തുപോകുന്നു, ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. കാരണം ഹോസ്പിറ്റലിൽ പോയി അനേക കാര്യങ്ങളെ ദൈവം അവർ അമ്മ ചെയ്തു. പക്ഷെ അവർക്കൊന്നും അവിടെ ഒന്നും ഞങ്ങൾക്ക് നല്ലതായില്ല. അവിടെ പോയപ്പോ ആന്റി ഒരു വാക്ക് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ അമ്മ ചത്തുപോയി, പിന്നെ അവർ തിരിച്ചെടുത്ത് ഞാൻ ക്രിസ്തുവിൽ നടത്താൻ പറ്റത്തില്ല. പക്ഷെ ഈ കൊച്ചു ജീവിക്കുന്നു, എനിക്കപ്പോ 10 വയസ്സ്. ഈ കൊച്ചു ജീവിക്കുന്നു, ഇവളെ ദൈവം വിടുവിച്ചാൽ ഇവൾ അനേകർക്ക് ജീവൻ കൊടുക്കുന്ന മകളായി തീരുമെന്ന് അന്ന് പ്രവചനം പോലെ എനിക്ക് പറഞ്ഞത് ആന്റി. പക്ഷെ ഇന്ന് അത് നടക്കുന്നുണ്ട് ദൈവകൃപയാലെ. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച് വെളിച്ചെണ്ണ എടുത്ത് സ്തോത്രം ചെയ്ത് ഇവിടെ പുരട്ടി കഴുത്ത് ശരിയായി നിന്നു, കഴുത്ത്. പിന്നെ ആ ദുഃഖത്തോടെ മാതാവ് ചത്ത ദുഃഖം, എന്റെ വയറ് ഊതി വീർക്കുന്ന ദുഃഖം രണ്ടും എടുത്തോണ്ട് പോയി ആ പ്രാർത്ഥന മുറിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അവര്. ദൈവമേ, ഈ കൊച്ചിന്റെ വയറ്റിൽ എന്തുണ്ട് എനിക്കറിയത്തില്ല, റൈറ്റ് നൗ ഇത് വരണം വെളിയാന്ന് പറഞ്ഞ് അവർ ഹിന്ദിയിലെ പ്രാർത്ഥിച്ചു. ഹിന്ദി എനിക്ക് അപ്പൊ അറിയത്തില്ല, ഇപ്പൊ അറിയാം. അപ്പൊ അറിയത്തില്ല. പ്രാർത്ഥിച്ചപ്പോ എനിക്ക് അവിടെ അവർ എന്താ പറയുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ വയറ്റിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി, സൗണ്ട് ഉണ്ടായി. അത് വലിയ സൗണ്ടാ അത്. അങ്ങനെ ഛർദിച്ച് അന്നന്ന് ആ പിശാച് എന്നെ വിട്ടുപോയി. അത് ഭയങ്കര മണവായിരുന്നു, സിഗരറ്റ് മണവായിരുന്നു. അത് ഏത് ഭൂതമാണോ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ വിടുതലായ അന്ന് തൊട്ട് ഇന്ന് വരെ, ഇന്ന് 47 വയസ്സ് എനിക്ക്, ഇന്ന് വരെ ആ പിശാചിന്റെ ഒരു പോര് എനിക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവിടെ ആന്റി സൺഡേ സ്കൂൾ നന്നായിട്ട് നടത്തുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ പോലെ അല്ല സൺഡേ സ്കൂൾ. അന്ന് അഭിഷേകത്തിന്റെ സൺഡേ സ്കൂളായിരുന്നു. 10 വയസ്സിനെ പോയ 2ാമത്തെ ആഴ്ച ഞാൻ അഭിഷേകം പ്രാപിച്ചിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പൊക്കോണ്ടിരിക്കുമ്പോ 14 വർഷം വരെ 2 ആഴ്ച കണ്ട് സൺഡേ സ്കൂളിൽ പ്രാർത്ഥന. 3ാമത്തെ ആഴ്ച വലിയവരുടെ കൂട്ടത്തിൽ എന്നെ പ്രാർത്ഥനയ്ക്ക് ആണ്ടി വിളിച്ചു. പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുമ്പോ 14 വയസ്സായപ്പോ, എനിക്ക് വലിയ പെണ്ണായപ്പോ, എന്റെ വീട്ടിലെ ഗൗഡ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ജാതി ഗൗഡ ബാംഗ്ലൂരെല്ലാം കർണാടകയിലെ ഭയങ്കര വലിയ ജാതി കാസ്റ്റാ. അപ്പൊ എന്റെ ആങ്ങളമാരെല്ലാം അടിക്കും, കാണുന്നവർ വരും, പെണ്ണിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവർ മഞ്ഞക്കുങ്ങല്ല. എനിക്ക് അപ്പോളെ സ്വർണ്ണം എല്ലാം എടുത്തിട്ട് ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ച് നിൽക്കാറുന്നു. അവരെല്ലാം ഇട്ടപ്പോ ദൈവം എന്നെ തള്ളിയെന്ന് എന്നെ മനസ്സിലൊന്ന് തോന്നൽ ഉണ്ടായി. അപ്പൊ 5 വർഷം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ല, ചർച്ചിൽ നിന്ന് വിട്ടു. ആന്റി വഴക്ക് പറയും, ആന്റി എന്നെ എന്നാ മാറ്റി നിർത്തുമെന്നുള്ള ചിന്ത എന്റെ ഉള്ളിലെ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാതെ 14 തൊട്ട് 19 വയസ്സ് വരെ ഞാൻ പോയി. അപ്പത്തേക്കിന് ആ ഗ്യാപ്പില് എനിക്ക് 2 പ്രാവശ്യം സൂസൈഡ് അറ്റൻഡ് ചെയ്തു. വീട്ടിൽ അത്ര പ്രശ്നം. വീട്ടിൽ എന്നെ എല്ലാവരും തുപ്പു, നീ ഒരു പെണ്ണായിട്ട് ജനിച്ചു, നീ ഞങ്ങളുടെ വീട്ടിൽ ദരിദ്രവാ, അതാ ഇതാ, എല്ലാ ശത്രുക്കളെ പോലെ എനിക്ക് എതിരായിട്ട് നിന്നു. പക്ഷെ അന്ന് ഞാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞ് 2 പ്രാവശ്യം സൂസൈഡ് ചെയ്തു. പക്ഷെ ഒന്നും സംഭവിക്കാതെ ദൈവം എഴുന്നേപ്പിച്ചു എന്നെ. പക്ഷെ ദൈവം മാത്ര ഗർഭത്തിലെ എന്നെ കണ്ടതുകൊണ്ട് ഇന്നും രൂപം വരുന്നത് മുന്നേ ഭാഗ്യയുടെ പേര് ദൈവത്തിന് അറിഞ്ഞതുകൊണ്ട് ദൈവം ആ മരണത്തിലെല്ലാം വിടുവിച്ചു. എന്നിട്ട് പിന്നെ നെഞ്ചുവേദന, തലവേദന തുടങ്ങി എനിക്ക്. എവിടെ പോയി ടെസ്റ്റ് ചെയ്താലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നെഞ്ചുവേദന, തലവേദന. ഇപ്പോ ബാംഗ്ലൂർ ടൗൺ ഹാളിലെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. யாரோ வெளி രാജ്യത്തിൽ നിന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. പക്ഷെ അറേഞ്ച് ചെയ്തവർക്ക് അറിയത്തില്ല ഭാഗ്യ ഇന്ന് ഇത്രേ വളർത്തപ്പെട്ടു എന്ന്. ആ മീറ്റിംഗിൽ എന്റെ അമ്മ പിന്നെയും എന്നെ കൊണ്ടുപോയി ചർച്ചിലെ. അപ്പൊ ചർച്ച് ബൈബിൾ എല്ലാം കുറയുകയായിരുന്നു. ബൈബിൾ വായിക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് ചർച്ചില്ലല്ലോ. 5 വർഷം അങ്ങനെ പിശാച് എന്നെ പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് അമ്മ പിന്നെയും എന്നെ ഒരു മീറ്റിങ്ങിനെ കൊണ്ടുപോയപ്പോ അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു. ആ വ്യക്തി സ്റ്റേജിൽ നിന്ന് ആ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ അവിടെ സ്ഥലത്ത് നിൽക്കുന്നവർക്കെല്ലാം, റോട്ടിൽ നിൽക്കുന്നവർക്കെല്ലാം വിടുതലായി. അപ്പൊ ഞാൻ കണ്ടതല്ലേ വിടുതലെ. അപ്പൊ ഞാൻ ദൈവത്തോട് സമർപ്പിച്ചു, ദൈവമേ, ഇന്ന് എനിക്ക് ഈ നെഞ്ചുവേദനയിൽ തലവേദന സൗഖ്യം തന്നെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കാം. ഞാൻ കണ്ടത് അത്ഭുതം, എന്നെ തൊടണമെന്ന് എന്റെ നെഞ്ചിലെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ അവിടെ സ്പാട്ടിൽ എനിക്ക് സൗഖ്യമായി. അപ്പത്തേക്ക് ഞാൻ തീരുമാനം എടുത്തു ഇനി ചർച്ചിൽ പോകണമെന്ന്. ചർച്ചിൽ പോകുമ്പോ ഇങ്ങനെ ഒരു NR മൊഹല എന്ന ഒരു ചർച്ചുണ്ട്. അവിടെ എനിക്ക് ചർച്ചിൽ കൊണ്ടുപോയി ഒരു വ്യക്തി. അവിടെ കൊണ്ടുപോയപ്പോ അവിടെ ചർച്ചുകാർ പറഞ്ഞു, നീ സ്വർണ്ണം എടുത്തിട്ട് നീ ഗൗഡ ബാക്ക്ഗ്രൗണ്ട്, ഞങ്ങളെ അടിക്കും, നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ അവിടെ ഫേസ് ചെയ്തോളാം, എനിക്ക് ദൈവത്തെ കുറിച്ച് അറിയാം, ഞാൻ വരാന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോ 2 മാസം എന്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു.
വിട്ടു അവർ. രണ്ടാമത്തെ മാസം ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങി, നിന്റെ അനീതി എന്തൊക്കെയോ എടുത്തിട്ട് മുണ്ടച്ചി പോലെ നടക്കുന്നു, ഇവിടത്തെ സ്വർണങ്ങൾ എടുത്ത വിധവയാന്നാ പറയുന്നേ, അപ്പൊ വിധവ പോലെ നടക്കുന്നു, നീ അവരെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര അടിയും കുത്തും ഇനി കൂടും ഉപദ്രവം. എന്നിട്ട് രാത്രിയെല്ലാം അടിക്കും. ശനിയാഴ്ച ഞാൻ രാവിലെ ബൈബിൾ പിടിച്ചോണ്ട് ഞാൻ ചർച്ചിൽ പോവായിരുന്നു. ഇങ്ങനെ പോയി പോയി പ്രാർത്ഥിച്ച് 2000 SP ദൈവം ഒരു ദൈവദാസന്മാരോട് പറഞ്ഞു മലയാളി ചർച്ചിലേക്ക് പോവാൻ തുടങ്ങി. അവിടെയാണ് ഈ കൃപയെ കുറിച്ച് അറിയുന്നത്, ഈ ദർശനത്തെ കുറിച്ച് അറിയുന്നത്. ഞങ്ങള് ഇന്ന് നോക്കുന്നു കന്നഡക്കാരെല്ലാം എനിക്ക് വഴക്ക് പറയുമായിരിക്കും, പക്ഷെ നല്ല സ്പിരിച്വലായിട്ട് വളർത്തപ്പെട്ടത് ഞങ്ങള് മലയാളി പാസ്റ്റർമാരോടാണ്. ഇന്നും ഞങ്ങളുടെ പാസ്റ്റാൻറ്റി, ഇപ്പൊ ഇരിക്കുന്ന പാസ്റ്റാൻറ്റി വന്ന് അവരൊക്കെ പോയി, ഇന്ത്യക്കാരെല്ലാം പോയി. ഇപ്പൊ ഇരിക്കുന്നത് മലയാളി പാസ്റ്റാൻറ്റി, കോട്ടയംകാരി ജെസ്സി എന്നാണ് പേര്. അവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മൈസൂരി കല്യാണം കഴിച്ചോണ്ട് വന്നു. അവരാണ് എന്റെ ആത്മീയ മാതാവ് ഇന്ന് വരെ കൃപയാൽ. അപ്പൊ അവരും രക്ഷിക്കപ്പെട്ട് കല്യാണം കഴിച്ച് ഇവിടെ വന്നു. അവർ കല്യാണം കഴിച്ചത് തമിഴ്ക്കാരെ. അപ്പൊ അവർക്ക് അറിഞ്ഞ ഭാഷയിലെ എനിക്ക് പറയുമായിരുന്നു. എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു. ആന്റി കൂടെയാണ് ഞാൻ പഠിച്ചത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ 2000 SP ആർക്കെല്ലാം ശുശ്രൂഷ ചെയ്യണോ കൈ പൊക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കൈപ്പൊക്കിട്ട് ഞാൻ പിന്നെ നിർത്തി. കാരണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, 5ാം ക്ലാസ് അത്രേ ഉള്ളൂ പഠിച്ചത്. അപ്പോ എന്റെ അമ്മയെ ഞാൻ തന്നെ നോക്കേണ്ടി വന്നു. കാരണം ക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ട് എല്ലാം വിട്ടുപോയി ഞങ്ങളെ. ഞാൻ അമ്മയെ വളർത്തേണ്ടി വന്നു. പക്ഷേ ദൈവം എനിക്ക് അത്ര ധൈര്യവും അത്ര ചെറുപ്രായത്തിലെ ബുദ്ധിയും ജ്ഞാനവും ദൈവം തരാൻ തുടങ്ങി, കൃപയെ തരാൻ തുടങ്ങി, ദർശനങ്ങൾ തരാൻ തുടങ്ങി. അപ്പോ എന്നോട് പറഞ്ഞു, സിസ്റ്റർ കൈ പൊക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ കൈ താളയിട്ടപ്പോ പറഞ്ഞപ്പോ ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് നിന്നെ തിരഞ്ഞെടുത്തത്, നീ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് അവർ പ്രാർത്ഥിച്ചു പറഞ്ഞു ബൈബിൾ സ്കൂളിൽ പോകുമെന്ന്. ഞാൻ അപ്പൊ ചിരിച്ചു. കാരണം സാറായിക്ക് എല്ലാം വറ്റിയിരിക്കുന്ന സ്ഥലത്ത് നീ കൊച്ചിനെ പ്രാപിക്കുമോ എന്ന് പറഞ്ഞാൽ അവൾക്ക് ചിരിയല്ലേ, അവൾക്കറിയാം അവളുടെ സ്ഥിതി. പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ സ്ഥിതി അറിയാമായിരുന്നു. അപ്പോ എന്റെ പാസ്റ്റാൻറ്റി പറഞ്ഞു, ഇല്ല, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, അസാധ്യങ്ങളെ സാധ്യമാക്കും, നീ സമർപ്പിച്ചു കൊടുക്ക്, നീ ബൈബിൾ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ബൈബിൾ സ്കൂൾ പഠിക്കാൻ, ഫസ്റ്റ് കിം എന്ന് പറയുന്ന ഒരു കൊറിയൻസ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ എനിക്ക് ഇത് വന്നു, സീറ്റ് കിട്ടി. ആരോ റെക്കമെൻഡ് ആയിട്ട് സീറ്റ് കിട്ടി. ഇന്റർവ്യൂ എടുക്കുമ്പോഴേ എന്റെ കൈക്കാലെല്ലാം വരയ്ക്കുമായിരുന്നു. കാരണം കോളേജാണ്, ഞാൻ പഠിച്ചത് 5ാം ക്ലാസ്. ഈ പോലും കന്നഡത്തെ അറിയത്തില്ല, എനിക്ക് മറന്നുപോയി. എനിക്ക് സ്കൂളിൽ 13 വർഷ ഗ്യാപ്പ്. പിന്നെയും ഞാൻ പഠിക്കാൻ പോകുന്നു. അപ്പൊ എങ്ങനെ ഞാൻ പഠിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ദൈവം പറഞ്ഞ ഒറ്റ വാക്ക് മാത്രം എന്റെ മുൻപിലുള്ളത്. ഞാൻ അന്നേരത്തേക്കിന് ഗാർമെന്റ്സിൽ ജോലിക്ക് പോവായിരുന്നു. അതിലെ സമ്പാദിച്ച് അമ്മയെ വളർത്തുകായിരുന്നു. ദൈവം പറഞ്ഞൊന്ന് വിളിക്കേട്ട് ഗാർമെന്റ്സ് റിസൈൻ ചെയ്ത് ഞാൻ ബൈബിൾ കോളേജിന് വന്നു. അവിടെ എത്രയോ പേര് നെഗ്ലക്ട് ചെയ്ത് എനിക്ക് സീറ്റ് കിട്ടി വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോ 5 ദിവസം എനിക്ക് കഷ്ടമായി. അവർ പറഞ്ഞു 5 സബ്ജക്ട് ഫെയിലായെങ്കിൽ നിന്നെ എന്നാ പറയൂ, പറഞ്ഞു വിടു വീട്ടിനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി, ചുമ്മാ ഫെയിലായി നാണം കെട്ട് പോകുന്ന കാട്ടിൽ ഫസ്റ്റ് ഓടിയേക്കാന്ന് പറഞ്ഞ് സൂട്ട് കേസ് എടുത്ത് നിന്നു. അപ്പൊ അവിടുത്തെ ഒരു ഡീൻ സാർ, ഈ ജനുവരിക്ക് ഇപ്പൊ മറിച്ചു പോയി പുള്ളി, ആ പാസ്റ്റർ പറഞ്ഞു, ഭാഗ്യ നിന്നെക്കുറിച്ച് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു ഒന്ന്, നീ ഇന്റർവ്യൂക്ക് വന്നപ്പോൾ നീ പഠിച്ചില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിനക്ക് വേണ്ട സീറ്റ് കൊടുക്കണ്ടെന്ന് പറയുമ്പോ ദൈവാത്മാ എന്നോട് പറഞ്ഞു, ഭാഗ്യ ഭയങ്കര ശുശ്രൂഷ ചെയ്യൂ, നീ അവളെ എടുത്തോളാൻ പറഞ്ഞു, അതുകൊണ്ട് നല്ല പഠിച്ചവരൊക്കെ റിജക്ട് ചെയ്തിട്ട് നിനക്ക് ഞാൻ സീറ്റ് കൊടുത്തിട്ടുണ്ടോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു വിശ്വാസമായി, നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിക്കാൻ പോയില്ല. പെണ്ണുങ്ങളെല്ലാം കിടക്കുമ്പോ അവരുടെ നോട്ട്സ് എടുത്ത് എഴുതി. ലാസ്റ്റ് എനിക്ക് ഇന്ന് കോളേജിലെ പോയി നിങ്ങൾ തിരക്കാം, ഫാസ്റ്റർ കിം എന്ന് പറയുന്ന അഗ്രയിലുണ്ടാവും നമ്മുടെ കോളേജ്. ഇന്ന് ഭാഗ്യയുടെ പേര് ദൈവം വലിയതായിട്ട് അവിടെ എഴുതി വെച്ചു. കാരണം എനിക്ക് കരച്ചലും ഈ ബൈബിൾ പുസ്തകവും മരത്തിന്റെ ചുവട്ടിലിരുന്ന പ്രാർത്ഥനയും ഇത് വിട്ട പേര് ഒന്നും അറിയത്തില്ല. എനിക്ക് പ്രാർത്ഥിച്ച് എനിക്ക് കൊണ്ടുവന്നു നീ, എനിക്ക് ദൈവമേ ഇതൊന്നും അറിയത്തില്ല, എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല, നിനക്കറിയാവല്ലോ, എന്നെ അവമാനിക്കാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണുനീര് ദൈവം ധാരാളമായിട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ക്ലാസ്സിലെ ഫസ്റ്റ് വന്നു, ഗേൾസിലെ റാങ്ക് സ്റ്റുഡന്റ് ആയിട്ട് മാറി. അവിടെ നിന്ന് 2 വർഷം തീർത്തു. 2001-2 തീർന്നപ്പോ 3ാമത്തെ വർഷം ഗ്രാജുവേഷൻ ലാസ്റ്റില് മാർച്ചില്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 5 മാസം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുമായിരുന്നു, നിനക്ക് ഗൗഡ കൊച്ചൻ വന്നാൽ മാത്രം കല്യാണം, ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യണം, നീ കല്യാണം കഴിക്കരുത്, ഇങ്ങനെ എന്റെ കൂടെ മരിക്കുന്നവരെ ജീവിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിന് സമർപ്പിച്ചു. ദൈവ ഇതയില്ലാത്തത് ഒന്നും എനിക്ക് വേണ്ട, ദൈവ ഗൗഡ തന്നാ കല്യാണം കഴിക്കൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേദനയായിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് കുറെ ആൾക്കാർ വന്നു, ആ ജാതി ഈ ജാതി, അമ്മ ഒത്തില്ല.
എനിക്ക് വിഷയമില്ല, ഇന്ന് വിഷയമില്ല. പക്ഷെ അമ്മയ്ക്ക് അതൊരു നിർബന്ധമായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും, പക്ഷെ എന്റെ അങ്ങടെ ജാതി വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, എനിക്ക് കല്യാണം വേണ്ട, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ഞാൻ ശുശ്രൂഷയായിട്ട് ഓയമായിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പെട്ടെന്ന് ആ ആഴ്ച എന്റെ ആന്റി ഫോൺ ചെയ്യുക, ഭാഗ്യം നിനക്ക് ഒരു ചെറുക്കൻ വരുന്നുണ്ടെന്ന്. ആന്റി അവരോട് പറഞ്ഞേര് വരണ്ടാന്ന്. അമ്മ ഒത്തുകൊള്ളത്തില്ല ആ കല്യാണത്തിന്. ജാതിയെ നോക്കൂ, അവർ വന്ന് വിഷമിച്ച് പോകാണ്. ഞാൻ ചായ പിടിച്ചോണ്ട് പോണം, ഭയങ്കര കണ്ണീരിന്റെ അവസ്ഥ. അവർ പറഞ്ഞു ഇതൊന്നും നോക്കാം, നമുക്ക് ദൈവം ഇത് ഉള്ളതുപോലെ നടക്കട്ടെ. 6 വർഷത്തിന്റെ മുൻപിൽ എന്റെ അച്ഛന്റെ പേര് വരെ എനിക്ക് വെളിപ്പെടുത്തിയായിരുന്നു. അയാൾ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു ദൈവം വെളിപ്പെടുത്തിയായിരുന്നു. പക്ഷെ അത് ആന്റിക്ക് പാസ്റ്ററോട് എല്ലാം പറഞ്ഞായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, അവർക്ക് എത്ര ഇവൾ എന്തൊക്കെയോ പറയുന്നെന്നാണ്, പെട്ടെന്ന് അവർക്ക് എല്ലാം ഉൾക്കൊള്ളത്തില്ലല്ലോ അങ്ങനെ. പക്ഷേ അവർ വന്ന് കണ്ട ഉടനെ പേച്ചുവാർത്തയായി. അവരുടെ പേര് തോമസ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, എനിക്ക് കാണിച്ചത് എം എന്നാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എല്ലാം ഓക്കെ, ചെറുക്കന് ഗൗഡായാണ്, ഗൗഡ തന്നെ കൊണ്ടുവന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടി, എല്ലാം ഓക്കെ. പക്ഷെ ദൈവം ഇതല്ലെങ്കിൽ ഗൗഡയെ കെട്ടി ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ചപ്പോ പാസ്റ്റർ പഴയ പേരെന്തായിരിക്കും നോക്കട്ടെ ഭാഗ്യ സിസ്റ്റർ നിക്ക എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ മഞ്ജുനാഥ് എന്ന്. ഇപ്പൊ പള്ളിയുടെ പേര് മഞ്ജുനാഥ് ഗൗഡ, പാസ്റ്റർ തോമസ് ഗൗഡ എന്നാണ് പുള്ളിയുടെ പേര്. ദൈവം അങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ച് വന്ന് കല്യാണം ആയി. നന്നായിട്ട് എല്ലാവരും ദൈവാത്മ പറഞ്ഞായിരുന്നു, നീ എല്ലാവരും വായ്മേൽ വെക്കുന്ന രീതിയിൽ നിന്റെ ഭാവിയെ ദൈവം മാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മാനിച്ചു കൊണ്ടുവന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്റെ കല്യാണ ജീവിതം. ഭയങ്കര പോരാട്ടം. നല്ല റൗഡികളുടെ ഈ കുറുബാസ് എന്ന് പറയുന്ന സ്ഥലം ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം ചെന്നസന്ദ്ര. അവിടെ ദൈവം എന്നെ നിലനിർത്തി. ആ ബൈബിൾ കോളേജിലെ അനേക പോരാട്ടങ്ങളും അപ്പോഴും പ്രവാചകന്മാർ വന്ന് എനിക്ക് മാത്രം ആരെങ്കിലും വന്ന് കൊണ്ടുപോവായിരുന്നു. പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തെ കുറിച്ച് പറയുമായിരുന്നു. ഞാൻ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആറില്ല. അന്നും ഇല്ല, ഇന്നും ഇല്ല. ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒറ്റയ്ക്ക് ഇത്രേ പേരുടെ ഭയങ്കര ആൾക്കാരുണ്ട്, ഭയങ്കര പണക്കാരാ ഉള്ളത്. പക്ഷെ എന്നെ മാത്രം പാവപ്പെട്ട സ്ഥലത്തിലിരുന്ന് ദൈവം ഉയർത്തി ഇത്രേക്ക് കൊണ്ടുവന്നു. ഒന്നേ ഒന്നുള്ളൂ, ദൈവത്തിന്റെ കരുണയും അവന്റെ സ്നേഹവും അവന്റെ ഒരു എന്നാ പറയുന്നേ കരുതലാണ് ഒത്തിരി ഞാൻ അനുഭവിച്ചത്. കൊണ്ടുവന്നു, കല്യാണമായി. ആദ്യത്തെ കൊച്ച് ഒരു മോള് ജനിച്ചു. അപ്പൊ അവള് കൃപയാലെ ഇപ്പൊ BSc നഴ്സിംഗ് പഠിക്കുക സെന്റ് ജോൺസിലെ ബാംഗ്ലൂരിലെ. പിന്നെ ഒരു മോനെ തന്നു. ആ മോനിനെ കൺസീവ് ആയപ്പോഴേ പറഞ്ഞു ഒരു ആൺകൊച്ചിനെ തരും, അതിന്റെ എല്ലാ എന്നാ പറയുന്നേ അവയവങ്ങളെ നീ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ മോള് നല്ല ജനിച്ചത് കൊണ്ട് ഇവന് നല്ല ജനിക്കുമെന്നാണ് ഓർത്തത്. പക്ഷെ ഇത്രേ ഉള്ള എലിക്കുട്ടി പോലെയാണ് എന്റെ മോന് ജനിച്ചത്, ഇപ്പൊ ഇരിക്കുന്ന മോൻ. അപ്പൊ അവന്റെ ഹാർട്ടിലെല്ലാം ഹോല്. അപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഭയങ്കര കഷ്ടപ്പാട്. പ്രഗ്നൻസിലെ ആഹാരം പോലും എനിക്കില്ല, ഭയങ്കര കഷ്ടപ്പാട്. ശുശ്രൂഷയിലെ ജനങ്ങളെല്ലാം നമ്മൾ മേലെ നോക്കുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെ അകത്ത് നോക്കുമ്പോ ഒന്നുമില്ല. എനിക്ക് ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കാൻ പോലും നിവർത്തിയില്ല. ഞാൻ പൊട്ടി കരയുമായിരുന്നു. ദൈവമേ, ജോലി വിട്ടിട്ട് വന്നു, ഞാൻ എനിക്ക് വേണ്ടി വന്നു, എന്നെ നീ സഹായിക്കണം, എന്നെ നീ നടത്തണമെന്ന്. 1 വർഷമായപ്പോ ദൈവം കൃപാവരങ്ങളെ തന്നു. 2011 തന്നപ്പോ 10 ഇവൻ ജനിച്ചു, 11 കൃപാവരങ്ങൾ തന്നു. കൊച്ചാണെങ്കിൽ ഈ ഹാർട്ട് പ്രോബ്ലം കൊണ്ട് ഭയങ്കര പൈശാചിക പോരായിരുന്നു കൊച്ചിനെ. ഭയങ്കര അലറും. ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടേയിരിക്കും, ആൾക്കാർക്ക് വിടുതലാവും. ഒരാൾ എന്നോട് ചോദിച്ചു, നീ ഊരക്കെല്ലാം പ്രാർത്ഥിക്കുന്നു, നിന്റെ കൊച്ചിങ്ങനെ അലറുന്നു, നിനക്കൊരു ടെൻഷൻ ഇല്ലേന്ന്. അവൻ അലറുന്നത് ഞാനും ദൈവമായി പ്രാർത്ഥനയിലിരിക്കുമ്പോ അതൊന്നും എന്റെ ചെവിക്ക് കേൾക്കത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അവന്റെ സമയം ഇന്നായിട്ടില്ല, വിടുതല ദൈവം ചെയ്യുമെന്ന്. പക്ഷെ വിടുതലയാക്കി, ഹാർട്ട് പ്രോബ്ലം ക്ലിയർ ആയി. ജയദേവൽ ഇന്ന് റിപ്പോർട്ട്സ് ഉണ്ട് ആയി. ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ 2 വയസ്സാവുമ്പോ എനിക്ക് കാല് കൈ വരാതെയായി. എന്റെ മോള് ഞാൻ അത് മറന്നുപോയി. എന്റെ മോള് 10 മാസം ഇരിക്കുമ്പോ സുവിശേഷം പറയാൻ പോയപ്പോ സുവിശേഷ വിരോധികള് എനിക്ക് നേരിട്ട് വന്നു, നീ ഇവിടെ സുവിശേഷം പറയരുതെന്ന് പറഞ്ഞു, നിന്റെ മോളോട് പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ എന്റെ ദൈവം പറഞ്ഞെങ്കിൽ എന്റെ മോളോട് പറയാതിരിക്കുമോ? ഞാൻ പറയുന്നു, അവൾക്ക് ഫസ്റ്റ് പറയും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയുമെന്ന് പറഞ്ഞു. നീ പറയരുത് നമ്മുടെ ദേശം വിട്ട് വന്ന് ഇവിടെ ഞങ്ങളെ മതാന്തരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മതാന്തരം അല്ല, ഇത് മാനസാന്തരം, ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്റെ ദൈവം അയച്ചത് ഈ ദേശത്തെന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? എന്നെ കൊന്ന 6 ചോദിക്കാന്നില്ല, ദാ നിൽക്കുന്നു കൊല്ലാൻ പറഞ്ഞു. അപ്പൊ നിനക്ക് വായി കൂടുതലാന്ന് പറഞ്ഞേച്ച് അവർ പോയി മന്ത്രം ചെയ്തപ്പോ ഈ വായി ഇങ്ങനെ തിരിഞ്ഞു. ഞാൻ 21 ദിവസം ഉപവാസം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എന്റെ മോള് 10 മാസം കൊച്ച്. അപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വായി ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ സംഭവിച്ചത് അറിയത്തില്ല. എല്ലാരും പേടിച്ചു.
ഒരു ഹാർട്ട് രോഗിയാണ് ചെന്നസന്ദ്രയിൽ, ഇപ്പോഴും ജീവിച്ചിട്ട് ഇരിപ്പുണ്ട്. അവൾക്ക് സൗഖ്യമായി പ്രാർത്ഥിച്ചിട്ട് കൃപയാലെ. പക്ഷെ അവള് ഈ വായി തിരിഞ്ഞപ്പോ പറയുന്ന വാക്കാണ്, മനുഷ്യന്റെ വാക്ക് മനുഷ്യനെ കൊല്ലുമെന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി അവള് പറഞ്ഞു, ശരിയായിട്ട് അവളുടെ ദൈവം അവക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ആ വാക്കെല്ലാം കേൾക്കുമ്പോ എന്റെ ഹൃദയം പൊട്ടി പൊട്ടി തകരുകയായിരുന്നു. എന്റെ അമ്മായിയമ്മ പറഞ്ഞു, ഇവളൊരു പാസ്റ്ററുടെ ഭാര്യയാണോ, വായി തിരിഞ്ഞിരിക്കുന്നു, ഇവളെ വിട്ടേര്, ഡിവോഴ്സ് കൊടുക്ക്, ഞാൻ നല്ല കൊച്ചിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാം, അവള് വിട്ടേക്കെന്ന് പറഞ്ഞു. മാനസികമായി തകർന്ന് കൊച്ചിനെ എന്നാ ചെയ്യണോ അറിയത്തില്ല. ഞാൻ പിന്നെ കുടിയന്മാരാണ് എന്റെ ആംഗളമാർ, അവിടെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കിരുന്ന് വായിക്ക് തുണി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. പക്ഷെ എന്റെ ദൈവം അവിടെ എല്ലാം ഒറ്റയ്ക്കിരുന്ന് എന്നെ ബലപ്പെടുത്തി. അപ്പോ പ്രാർത്ഥിച്ചപ്പോ അതേ സ്ഥലത്ത് ദൈവം 20 ദിവസം കൊണ്ട് ദൈവം എന്റെ വായെ അതേ സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഒരു മെഡിസിൻ ഇല്ലാതെ, ഒരു ഇതില്ലാതെ, വിട്ടേക്കാന്ന് പറഞ്ഞവരുടെ നടുവിൽ, പിശാച് പിടിച്ചവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ നടുവിൽ എന്നെ ദൈവം വിടുവിച്ചു കൃപയാലെ. പിന്നെ എന്റെ അമ്മായിയമ്മയ്ക്ക് ക്യാൻസർ വന്നു, അവരുടെ യൂട്രസ് ക്യാൻസർ, അത് സൗഖ്യമായി. അങ്ങനെ ദൈവം പ്രാർത്ഥനയിലെ ശുശ്രൂഷയിലെല്ലാം തുടങ്ങിച്ച് ദൈവം നടത്തി. അത് കഴിഞ്ഞിട്ട് ജാന് ജനിച്ചപ്പോ ഈ കാല് വരാതെ ആയി. അവനെ 2 വർഷം കാല് നടക്കാനേ വയ്യാതെ. ഇത് സ്കാനിങ് എല്ലാം എടുത്തപ്പോ പറഞ്ഞു, ബോനെല്ലാം തൈമാനം ഉണ്ടെന്ന് പറഞ്ഞു, ആർത്തറൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, കൊച്ചുങ്ങൾ ചെറുതാണ്, ഞാൻ എങ്ങനെ നടത്തും മുന്നില്, ദൈവമേ എന്തുകൊണ്ട് ശോധന, എനിക്ക് പറയാൻ അമ്മയില്ല. അമ്മ ഇരുന്നാലും എനിക്ക് സഹായിക്കുന്ന അത്ര ഒത്തിരി ആയതുകൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. എനിക്ക് അമ്മായിയമ്മ എതിരാണ്, അവരെല്ലാം മന്ത്ര ചെയ്യുന്നവരാണ്. പക്ഷെ എനിക്ക് ആരുടെ സഹായവും ഇല്ല. എനിക്ക് പാസ്റ്റർ ആന്റിയോട് ഇച്ചിരി പറയാൻ പറ്റത്തുള്ളൂ, അവരും എല്ലാം തുറന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെ വേദന തിന്ന് 2 പ്രാവശ്യം ഡിപ്രഷനിലേക്ക് പോയി. പക്ഷെ എന്റെ ഭർത്താവ് ആരോട് പറയാതെ അകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം വീട്ടിൽ വന്ന് സൗഖ്യം തന്നു. അതിൽ നിന്ന് പുറത്തു വന്നു. പിന്നെ ഈ കാല് വരാതെ ആയപ്പോ ആയുർവേദിക്കിലെ പോയി തിരുമ്പാൻ പോയി. ആരോ പറഞ്ഞു, ജീവിതകാലം തിരുമ്പിക്കൊണ്ടേ ഇരിക്കണം, 3 മാസത്തിന് 1 പ്രാവശ്യം വന്നാലേ നീ നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി ഇവനെ 2 വർഷം ആയപ്പോ അഡ്മിറ്റ് ആയി ആയുർവേദിക് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലെ. മൈസൂർ കാണിച്ചു, അവിടെ ബാംഗ്ലൂർ എഴുതി കൊടുത്തു. അവിടെ അഡ്മിറ്റ് ആയപ്പോ 26 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് അത് ആയുർവേദിക്കിന്റെ. അപ്പൊ എടുത്തിട്ടും എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ഉറക്കം പോയി, എന്റെ 27 വയസ്സ് ഉറക്കം പോയി. അത് കഴിഞ്ഞിട്ട് ഒരു മുഖത്തിലെ ക്ഷീണാകട്ടെ, ഉറക്കത്തിന്റെ പ്രയാസമാകട്ടെ ഒന്നും ഇല്ലായിരുന്നു. നല്ല ആക്റ്റീവായി. അവിടെ ഉള്ളവർ ചോദിച്ചത് അവിടെ എല്ലാം സുവിശേഷം പറയായിരുന്നു, മറ്റവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കായിരുന്നു. അവർ ചോദിക്കുന്നത് നീ പേഷ്യന്റ് എന്നിട്ടല്ല, നീ അറ്റൻഡർ ആണോ എന്ന്. അത്രയ്ക്ക് ദൈവം വളർത്തി, ദൈവകൃപയാലെ. എന്നിട്ട് വീട്ടിൽ വന്ന ഇച്ചിരി നാളിന് എനിക്ക് ഫുൾ ബോഡി സ്ട്രോക്ക് അടിച്ചിട്ട് എല്ലാം സ്ട്രക്കായി പോയി. അപ്പോ ഒരു പ്രവാചകന്റെ മൂല്യമായി എനിക്ക് പറഞ്ഞായിരുന്നു അവരുടെ മുഖാന്തരം, നിനക്ക് എത്രയോ മരങ്ങൾ വെട്ടിയിട്ടു പിശാച്, പക്ഷെ അടുത്ത ഒരു വലിയ മരമുണ്ട്, അത് വെട്ടിയിടും, നീ അത് താണ്ടും, നീ ഭയപ്പെടരുത്, ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞു. എല്ലാം സ്ട്രോക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുക, ഇത് മാത്രം സംസാരിക്കാൻ എനിക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. കണ്ടവർ ഇനി ജീവനോട് ഇരിപ്പുണ്ട്. അപ്പോ എന്നെ കണ്ടവര്, അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ആറ് നോക്കും, ഞാൻ ഇങ്ങനെയായ ദേശം ഇവളുടെ ദൈവം എന്തിന്ന് ചോദിക്കും, നിന്റെ നാമം ദുഷിക്കപ്പെടും, എന്തു ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഭാഗ്യ എത്രയോ നിന്നെ വിടുവിച്ചില്ലേ, ഞാൻ ഇതിൽ വിടുവിക്കും, ഭയപ്പെടേണ്ട, മന്ത്രവ ചെയ്തിരിക്കുന്നേന്ന്. ഞാൻ ദർശനം കാണുക, സ്ട്രോക്ക് അടിച്ച് കിടക്കുകയാണ്, ദർശനം കാണുക, ഒരു ബൗളിലെ ഒരു ബൊമ്മ ചെയ്തിട്ട് അതില് ഇങ്ങനെ കൈ അനക്കുമ്പോ മന്ത്രവാദി, എനിക്കിവിടെ തണുപ്പ്, ഭയങ്കര തണുപ്പ്, ഉള്ളിലെ എത്ര പുതപ്പ് പുതച്ചാലും എനിക്ക് ആ ഒരു തണുപ്പ് പോകുന്നില്ല. പക്ഷെ എന്റെ മോന് 2 വയസ്സാണ്, അവൻ എല്ലാം എടുത്തിട്ട് കാല് നോക്കുമ്പോ കാലെല്ലാം ഐസായി, പ്രാണൻ പോകാറായി. അപ്പോ ഇച്ചിരേ ഉള്ളൂ. ദൈവാത്മാവ് ദൈവദാസനോട് പറഞ്ഞു കണ്ടപ്പോളേ, മോളെ നിനക്ക് മരണത്തിന് ഒരു നൂല് മാത്രം ഗ്യാപ്പ് ഉള്ളത്, ഞാൻ മരണത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തുതിയായിരിക്കട്ടെ, മരണത്തിൽ നിന്ന് വിടുവിച്ചു. 3 മണിക്ക് അങ്ങനെ ആയി. 10 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് എല്ലാം സ്ട്രക്കായത് കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, ആ ദൈവ സാന്നിധ്യം എന്റെ മുറിയിലേക്ക് വന്നു. ഒരു ഹോസ്പിറ്റലില്ല, ഒരു ടെസ്റ്റ് ഇല്ല, എന്താണ് നടക്കുന്നത് അറിയത്തില്ല. എനിക്ക് നന്നായിട്ട് അറിയാം മന്ത്രവാന്ന്, ദൈവ സംസാരം. ഞാനിങ്ങനെ ഒരു വെളിപ്പാട് കാണുക, വലിയ മരം സമുദ്രത്തിലേക്ക് താന് പറച്ചു വീണത് വേരോട്. അങ്ങനെ ആയപ്പോ എനിക്ക് സൗഖ്യമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ ഇങ്ങനെ തലമേലെ കൈവച്ച് നിന്നു, കാരണം ബെഡ് റീഡൻ ആയില്ലേ, എല്ലാം നോക്കണ്ടേ, പുള്ളിക്ക് എന്തോ ഭയമായി ആയിരിക്കും എനിക്ക്.
ഞാൻ പറഞ്ഞു അവരെന്നെ ധൈര്യപ്പെടുത്തണം. ഞാൻ പറഞ്ഞു അച്ഛാ ഭയപ്പെടണ്ട, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവം സംസാരിച്ചു, ഞാൻ എഴുന്നേക്കും എന്ന് പറഞ്ഞു. 10 മണി രാത്രിക്ക് എന്നോട് ഒരു ശബ്ദം കേൾക്കുന്നു, ഭാഗ്യ എഴുന്നേക്കാൻ. അപ്പൊ ഞാൻ എഴുന്നേറ്റു. ഞാൻ ആർക്കോ ആയതല്ല, എന്റെ കണ്ണിന്റെ മുന്നിൽ എനിക്ക് തന്നെ ഞാൻ നടന്നതാ. ഇപ്പോഴേ എന്നെ വിളിച്ചോണ്ട് പോയി ടെസ്റ്റ് ചെയ്ത എല്ലാ തേയ്മാനങ്ങളും, എല്ലാ സ്ട്രോക്ക് അടിച്ചത്, നരമ്പെല്ലാം സ്ട്രക്ക് ആയതെല്ലാം അറിയാം, റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് നടന്നപ്പോ മന്ത്രവാദി പറഞ്ഞു, മന്ത്രവാദിയുടെ കുടുംബം ഞങ്ങളുടെ വീട്ടു വിശ്വാസിയാണ്. അപ്പൊ അയാള് ചോദിച്ചു ഭാഗ്യ എന്തിയെന്ന്. അപ്പൊ അവർ പറഞ്ഞു ഭാഗ്യ വീട്ടിലിരിപ്പുണ്ട്. കാരണം 3 മാസം എനിക്ക് ഇതെല്ലാം അനക്കാൻ പറ്റിയില്ല. പിന്നെ റെഗുലർ ആയിട്ട് ജോലി ചെയ്യൂ, നടക്കൂ, പക്ഷെ പതുക്കെ പതുക്കെ. ഈ ചായ എല്ലാം പിടിച്ച ഇങ്ങനെ വിറയ്ക്കു കൈ. അത് 3 മാസം സത്യമായിട്ട് എനിക്ക് സ്ട്രോക്ക് അടിച്ചു അന്ന് അറിയാൻ വേണ്ടി. പക്ഷെ 3 മാസം ഓരോ ടാബ്ലറ്റ് എടുത്തില്ല. ദൈവം ഇന്ന് ഓടി നടക്കാൻ ദൈവകൃപ തന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അവരോട് നാമാന്റെ ഭാര്യ നാമാനോട് പറഞ്ഞത്, നീ എതിർത്ത് നിന്നത് ഒരു യഹൂദ്യനാണെങ്കിൽ നീ അവന്റെ മുന്നിൽ ജയിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഭാഗ്യമ്മയ്ക്ക് അവരുടെ ദൈവം ഉണ്ട്, അവരുടെ ദൈവം ജീവിക്കുന്നവനാണ്, അവരെ ജീവിപ്പിച്ചു, നിന്റെ ഒന്നും നടക്കത്തില്ല എന്ന് തന്റെ ഭാര്യ തന്നോട് പറയാനിടയായി. ദൈവകൃപയിൽ അങ്ങനെ എഴുന്നേപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും ഞങ്ങളുടെ നേരെ വന്നു അടിക്കാനും, നിന്നെ മൊട്ട അടിച്ച് നിന്നെ റോട്ട് മെരവണിക ചെയ്യൂ, നീ ഒരു മതാന്തരത്തിന് 5 കോടി മേടിക്കുന്നു, എന്തൊക്കെയോ എന്റെ മേൽ അപവാദങ്ങൾ പറഞ്ഞു. ദൈവം ഇന്ന് അവർ ഭൂമിയിലില്ല, പക്ഷെ ദൈവം എന്നെ അവരുടെ മുന്നിൽ തല ഉയർത്താൻ ദൈവകൃപ തന്നു. ഞങ്ങൾ ഇത് മതാന്തരമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഇത്രേ വിടുവിച്ചോ എന്ന് പറഞ്ഞ് കണ്ടിട്ട് അവർ പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. നടത്തി. അത് കഴിഞ്ഞിട്ട് ദൈവകൃപയാലെ എനിക്ക് ദൈവം സഭയെ നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ഞാൻ നിനക്ക് 12 സഭ തരുന്നു എന്ന് പറഞ്ഞ് ദർശനം കാണിക്കുക ദൈവം. ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞ് കൈ ചൂണ്ടി, ഞാൻ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ മയങ്ങുക, ദർശനമാണത്. 6 മണിക്ക് ഉള്ളില് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ സഭ തരുകാന്ന്, 12 സഭ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കോ എന്ന് പറഞ്ഞു. അതേ എന്ന് പറഞ്ഞു. ആ വ്യക്തി പോയി. പിന്നെയും ഒരുത്തർ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് സഭ തരാന്ന്. പിന്നെയും ഞാൻ ചോദിക്കുന്നു എനിക്കാന്ന്. അപ്പൊ ദൈവം പറഞ്ഞു യെസ് നിനക്കാന്ന്. അപ്പൊ ഞാൻ ഇനി സഭ ചെയ്യാൻ തുടങ്ങി. ഇരിക്കുന്ന സ്ഥലത്ത് ആരാധനയുണ്ട്, പിന്നെ ഓരോരോ ദേശങ്ങള് ഗ്രാമങ്ങള് കാണിക്കും, നീ അവിടെ പോയി സഭ തുടങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ചന്നപ്പട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭ തുടങ്ങിയിരിക്കുക. അവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു റൗഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്ന് വരുമ്പോ അവർക്ക് സൂസൈഡ് ആത്മാവ്. കാരണം പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നുള്ള ഭയം, റൗഡികളുടെ കൂടെ ഇരിക്കുന്നത് റൗഡികൾ അടിച്ചു കൊല്ലുന്ന ഭയം. രണ്ടിന്റെ മധ്യത്തിൽ ഈ കൊച്ചു ചെറുക്കനാ, അവൻ ഒരു കൊച്ചുണ്ടായിരുന്നു കല്യാണമായി, അവൻ തന്നെ താൻ തർക്കൊല ചെയ്യാനാ പോയത്, സൂസൈഡ് ചെയ്യാൻ. അപ്പൊ ആ സ്പിരിറ്റ് എന്നെ തൊടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഒരു റൗഡിക്ക് പ്രാർത്ഥിച്ച ആ പിശാച് എന്നെ പിന്തുടർന്ന ഞാൻ പിന്നെ എങ്ങനെ ശുശ്രൂഷ ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ അതൊന്നും ചെയ്യത്തില്ല, പേടിക്കണ്ട, നിനക്ക് ആ പട്ടണത്തിൽ നിനക്ക് ശുശ്രൂഷയുണ്ടെന്ന്, ആ സഭ തരുമെന്ന് പറഞ്ഞു. അപ്പോ ദൈവം പറഞ്ഞത് കൊണ്ട് 1 വർഷം പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും പറയുമ്പോ ഞാൻ പറയൂ, ദൈവം പോക്കൊള്ളാൻ പറയൂ, ചന്നപ്പട്ടണ പോന്ന്. ഞാൻ പറയും എനിക്ക് 30,000 താന്ന് പറയും. കാരണം ഇങ്ങനെ ഞാൻ മടി നീട്ടും, ദൈവമേ 30,000 താ, 20,000 ചർച്ചിന് അഡ്വാൻസ് കൊടുക്കണം, 10,000 അവിടത്തെ ഉള്ള തിങ്സ് മേടിക്കണം. പക്ഷെ എന്റെ കൈ പൈസ ഇല്ല, എനിക്ക് റെന്റിലാണ് നടത്തുന്നത്. അപ്പൊ ദൈവം പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോകത്തില്ല. പിന്നെ ഒരു ദിവസം ദൈവം എന്നെ ഷൗട്ട് ചെയ്തു, നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേ അറിയത്തില്ല, ദൈവം ഞങ്ങളോട് എന്നാ ദേഷ്യപ്പെടും, കോപിക്കും. ദൈവം നമ്മളെ തന്റെ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കും. ആകെ എഴുന്നേറ്റ് പൊക്കോളാം പറഞ്ഞു, അങ്ങനെ ലൗഡായിട്ട്. ഞാൻ എഴുന്നേറ്റ് പോയി സർവേ ചെയ്തു. സർവേ ചെയ്തിട്ട് ഞാൻ അന്ന് തൊട്ട് 3 മാസം ഉപവാസരിക്കാൻ തുടങ്ങി, ഓരോ നേരം ബ്രേക്ക്ഫാസ്റ്റ് വിട്ട്. അപ്പൊ 15 ദിവസം ആയപ്പോ പിന്നെ ദൈവം പറഞ്ഞു നീ പൊക്കോളാൻ, ചന്നപ്പട്ടണയ്ക്ക് പോണു. അപ്പൊ 2,000 ഉള്ളൂ. 7 വർഷത്തിന്റെ മുന്നിൽ എനിക്ക് 2,000 ഉള്ളൂ. അതെനിക്ക് ഒരു സാരി മേടിക്കണം, എന്റെ കല്യാണത്തിന് പോലും 2,000 രൂപ സാരി മേടിച്ചില്ല, അത്ര കഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് 2,000ന്റെ സാരി മേടിക്കണം. ദൈവം പറഞ്ഞു അവിടെ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു എലക്കര എന്ന് പറയുന്ന സ്ഥലം ചന്നപ്പട്ടണ റെയിൽവേ സ്റ്റേഷൻ പക്കത്തിനുണ്ട്. അവിടെ ഭയങ്കര ഗൗഡമാരാ ഇരിക്കുന്നേ. ദൈവം ഗൗഡമാരുടെ ഇടയിലാണ് എന്നെ കൊണ്ടുപോകുന്നേ. പക്ഷെ ഭയങ്കര എതിർപ്പാ, വെട്ടിക്കൊല്ലുന്ന സ്ഥലമാ. എന്നെ പറഞ്ഞു ദൈവം അവിടെ പോകാൻ. ഞാൻ ദൈവത്തെ ചോദിച്ചു, ഇവിടെയും വെട്ടിക്കൊല്ലുന്നവർ അവിടെയും വെട്ടിക്കൊല്ലുന്നവർ, എല്ലാ റൗഡികളുടെ ഇടയിലാണ് എന്നെ വിടുന്നത്, അറിയത്തില്ല ദൈവം എന്തിനാന്ന്. അപ്പൊ പോയപ്പോ അവിടെ എവിടെയും സ്ഥലം തരത്തില്ല, ചർച്ചിന് വേണ്ടി ഇവിടെ തരത്തില്ല, പൊക്കോളം പറഞ്ഞു. ഒരാള് ചെറിയ ഒരു വീട് അവിടെ ഷീറ്റ് വീട് പോലെ 2,500 വാടകയ്ക്ക് തന്നു. അവിടെ എല്ലാം അഡ്വാൻസ് കൊടുത്തിട്ട് വരുമ്പോ 3 പേർ ഇവിടെ നിന്ന് പോകുന്നു അവിടേക്ക്, ഇവിടെ പ്രാർത്ഥിക്കാൻ ആ ഇലക്കരത്ത്. റെയിൽവേ ഗേറ്റ് ഇട്ടു. അപ്പൊ ഞാന് എന്റെ കൂടെ ഒരു മോനുണ്ടായിരുന്നു,
മോനെ അവരോട് പോയി, രാജേന്ദ്ര എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു, അവനോട് പറഞ്ഞു, മോനെ അവരുടെ അടുത്ത് സംസാരിക്കാൻ ഞങ്ങള് ഇവിടെ എവിടെങ്കിലും ചർച്ച ഉണ്ടോ, ചർച്ച ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച സ്ഥാപിക്കരുത്, ദൈവം പറഞ്ഞയച്ചു, പക്ഷെ ചർച്ച ഉണ്ടോ ചോദിക്കാൻ പറ. അവൻ പറഞ്ഞു, അമ്മ അത് മുസ്ലിമുകളാന്ന് പറഞ്ഞു, ഒട്ടില്ലാതെ ഇരിക്കുന്ന മുസ്ലിം. അവർ ആരായ എന്താ, ശരി സംസാരിക്കാന്ന് പറയുമ്പോ അവരോട് സംസാരിക്കുമ്പോ അവർ പറയുന്നു, നീ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ദൈവദാസിയാണ്, ഇങ്ങനെ ദൈവം പറഞ്ഞു ഈ ദേശത്ത് സഭ തുടങ്ങണമെന്ന്. അവർ പറയാ, ഞങ്ങൾ 1 വർഷത്തൊട്ട് പ്രാർത്ഥിക്കുക, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദൈവദാസന്മാരുടെ കുടുംബത്തെ വിളിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് ഞങ്ങൾ ഇവിടെ സഭ തുടങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സത്യമാണ് നിങ്ങൾ ഇവിടെ സഭ തുടങ്ങുന്നത്? യെസ് സത്യമാണ്. അവർ അവിടെ ചാടുന്നു. ദൈവം പറയുന്നു, ഞാൻ വലിയ സത്യവും ജീവനാന്ന്. എനിക്ക് മാർഗം അറിയാതെ അവിടെ ചൻപട്ന പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ റോട്ടിൽ ഇങ്ങനെ കണ്ണുമൂടി പ്രാർത്ഥിച്ചു, ദൈവമേ നീ പറഞ്ഞു എനിക്ക് വഴി അറിയത്തില്ല, ഞാനേ മാർഗവും സത്യവും എന്ന്, നീ ആ വചനം എനിക്ക് നിറവേറ്റി തരണമെന്ന്. ദൈവം അവിടെ മാർഗത്തെ ഉണ്ടാക്കി. അപ്പൊ അവർ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോ അവിടുത്തെ 19 വിഷയം, ആ ദേശത്തെ കുറിച്ച്, അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് അവിടുത്തെ വിഷയം, ആരാണ് ഇരിക്കുന്നത്, എന്താണ് പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി ദൈവം എന്നെ അയച്ചത്, എല്ലാ പ്രവചനം പോലെയല്ല പ്രവചനം പറഞ്ഞു. ഇതെല്ലാം എഴുതി വെച്ചെടുത്തു. അവരൊക്കെ ഭയങ്കര എന്നെ ഇങ്ങനെ നോക്കുന്നു. പക്ഷെ അവർ ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്ത, വചനം പറയും അത്ഭുതം നടക്കും, ഇതാണ് അവർ കണ്ടോണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട് ക്രിസ്തുവിൽ എന്ന് അറിയത്തില്ല. അവർ ഒരേ ആഴ്ചക്ക് 30 പേരിനെ കൊണ്ടുവന്ന് അവിടുത്തെ പാസ്റ്റർമാരെല്ലാം ഇളകി, ഇവള് എന്തൊക്കെയോ കള്ള പ്രവാചകിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അവിടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോ ആ 30 പേര് അതിൽ ചിലർ എന്നെ വഴക്ക് പറഞ്ഞു ഓടിക്കാന്ന വന്നവർ, അവരെ കുറിച്ച് സംസാരിച്ചു ദൈവം. അപ്പൊ അവർ ഉൾക്കൊണ്ട് അവർ വന്ന് ഇന്ന് നല്ല നിലയിൽ എത്തിയിരിക്കുന്നു. 30 പേര് ഇന്ന് 50 പേര് വരുന്നു. അവിടെയും 7 വർഷത്തിന് 5 പ്രാവശ്യം എന്നെ തുരത്തി ഓട്ടി വന്നു. എന്റെ ഫോട്ടോ എല്ലാം വാട്സാപ്പിലിട്ടു. ഇവിടെ വന്ന 6 പേർക്ക് അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞു. അവള് അറിയാതെ വന്നിരിക്കേ ഈ ദേശത്ത്. അവളെ വെട്ടി റെയിൽവേ തണ്ടവാളത്തി ഇടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടി കൊല്ലട്ടെ എന്നാ വന്നോണ്ടിരിക്കുന്നേന്ന് പറഞ്ഞു. കാരണം അവർ അയച്ചെങ്കി, ദൈവം അയച്ചെങ്കി വെട്ടിക്കൊല്ലുന്ന സമയം വരെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിട്ട് എവിടെല്ലാം ഞാൻ ചർച്ച ചെയ്യുവോ അവിടെ എല്ലാം പോയി ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഇരിക്കുന്ന നല്ല കോംപ്ലക്സ് മെയിൻ മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ് ചർച്ച്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാരോട് അവർ പറഞ്ഞു, ഇവള് ശരിയല്ല, ഇവൾക്ക് അമേരിക്കയിൽ നിന്ന് പൈസ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഓണറോട് ദൈവം ഹിന്ദുവാ, അതും ഗൗഡ, ആ ഗൗഡ ഓണർ പറഞ്ഞു, അവർക്ക് അങ്ങനെയാണെങ്കിൽ ഇത് MG റോഡിലെ ചർച്ച് സ്ട്രീറ്റിലെ അവർ സഭ നടത്തുകായിരുന്നു, ഇവിടെ വരെ അമ്മ ട്രെയിനിലെ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്നോട് പറയണ്ട, പൊക്കോളാൻ, അവരുടെ ജോലി അവർ ചെയ്തോളൂ, നിന്റെ ജോലി നീ ചെയ്യാൻ. എനിക്ക് വേണ്ടി ദൈവം അത്ര അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഇന്ന് വരെ അനേക അത്ഭുതങ്ങൾ, അടിയാളങ്ങൾ ദൈവം ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഇത്ര ഓർത്തറൈറ്റിസ് ഉണ്ട്, തൈമാനം ഉണ്ട്, പിന്നെ എത്രയോ പ്രാവശ്യം ഈ കാല് മുറിഞ്ഞു, ഇത് ഡിസ്ലൊക്കേറ്റ് ആയി കിടക്കുന്നു, ഈ കാല് എയർ ക്രാക്ക് ആയി കിടക്കുന്നു, സ്പൈനൽ കാർഡ് പോയി കിടക്കുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ, പോയി ചെക്ക് ചെയ്യൂ, എന്തായിരിക്കുന്ന ചോദിക്കൂ, ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ, ഒരു ടാബ്ലറ്റ് ഇല്ലാതെ ദൈവം ഇന്നും ഓരോരോ ദിവസവും കൃപയാൽ നടത്തുന്നുണ്ട്. അനേക യൗവനസ്ഥന്മാരെ കാട്ടിലും, അനേക പ്രായസ്ഥർ ഇന്നും നല്ല ഹെൽത്തി ആയിരിക്കുന്നവരെ കാട്ടിലും ഓടി വീട്ടിൽ ജോലി ചെയ്യണം, എനിക്ക് സഭ നടത്തണം, മക്കളുടെ കാര്യം നോക്കണം. മക്കളോട് ദൈവം പറയൂ, ഇതേ കോളേജിന് വിടണം, ആ കോളേജിന് എന്റെ കയ്യിൽ പൈസ ഇരിക്കത്തില്ല, ഞാൻ ചോദിച്ചു നിനക്ക് ആ കോളേജിന് ചേർക്കണമെന്ന്. ദൈവം പറയും, ഞാനാ പറഞ്ഞിരിക്കുന്നത് പൊക്കോന്ന്. ഇപ്പൊ ഞാൻ ആടിന്റെ ഇടയിലാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ വാടക വീടാണ്, പക്ഷെ ഡ്യൂപ്ലെക്സ് വീട്. ഞാൻ പറഞ്ഞു, ഇതിന് വാടക കെട്ടാൻ പറ്റുമോന്ന്. ദൈവം പറഞ്ഞു, ഞാൻ കെട്ടുമെന്ന്. ഇന്ന് 11 വർഷമായി ഒരേ വീട്ടിൽ താമസിച്ച് അവിടെ തന്നെ ചർച്ച നടത്തുന്നു, വീട്ടിൽ തന്നെ. അങ്ങനെ ദൈവം സഹായിച്ചു. ആരോ ചോദിച്ചു, നിനക്ക് കള്ളവ പറയുന്ന എവിടെയോ പൈസ വരുന്നോന്ന്. ഞാൻ ആധാർ കാർഡ് തരാ, എന്റെ ബാങ്ക് ബാലൻസ് തരാ, നിങ്ങൾ നോക്കിക്കൊള്ളാം ഏതാണ് പൈസ വരുന്നത്. വിശ്വാസത്താലാണ് ഇന്ന് ഓരോരോ ദിവസം അന്നത്ത അപ്പം കൊടുത്തോണ്ട് ദൈവം പ്രവർത്തിക്കുന്നു. എന്റെ മകള് CET എഴുതണമായിരുന്നു, സെക്കൻഡ് പി യു സി ഇതിലെ പ്രിപ്പറേറ്ററിയിലെ ഒരു മാത്സ് മിക്സ് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മോളിന് എന്തിനാ സയൻസ് എടുപ്പിച്ചത്, അവള് 3 മാർക്കാ വാങ്ങിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഇവിടെ എന്നെ കണ്ട് കേൾക്കുന്ന എത്രയോ യൗവനസ്ഥ മക്കളുണ്ട് അവിടെ. എത്രയോ മാതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്, എന്റെ മോള് പഠിക്കുന്നില്ല, എന്റെ മോന് പഠിക്കുന്നില്ല എന്ന്. പക്ഷെ അവർക്കെല്ലാം ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തന്നെ സാക്ഷിയാണ്. അവരോട് ഞാൻ പറഞ്ഞു, മിസ്സിനോട് എല്ലാരും വിളിച്ചിട്ട് പറയാ, ഞാൻ പറഞ്ഞു, എന്റെ മോളെ എനിക്ക് വിശ്വാസമില്ല,
പക്ഷെ എന്റെ ദൈവം പറഞ്ഞു അവളെ സയൻസ് എടുക്കാൻ. അതിനുവേണ്ടി ആ സയൻസ് എടുത്തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ ദൈവം പറഞ്ഞു അവളെ മെഡിക്കൽ ഫീൽഡിൽ വിടണം എന്നാണ് ദൈവം. അവന്റെ ആഗ്രഹത്തിലേക്ക് വന്നത് കൊണ്ട് അവളെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോ ഞാൻ ഒരു പ്രവാചകനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കിച്ചണിലെ പോയി ചൻപട്നയിലെ ചോറ് വെച്ചോണ്ടിരിക്കുക. അപ്പൊ ദൈവം എന്നോട് ഭയം, എല്ലാരും ജയിച്ച് എന്റെ മോള് തോറ്റുപോയ എനിക്ക് നാണം കേടല്ലേ, പാസ്റ്ററുടെ മോള് പോയി എന്ന് പറയുമല്ലോ. അങ്ങനെ ഇങ്ങനെ ഭയന്ന് ഇരിക്കുമ്പോ ഞാൻ ദൈവമേ നാണം കെടുത്തല്ലേ, ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് പറയുമ്പോ, ഇപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ വിളിച്ചു എന്നെ. കാരണം ആ അനാഥ കുഞ്ഞ്, അപ്പനില്ലാത്തത്, അതിനെ ഒരു ഹോസ്റ്റലിൽ ചേർത്ത് അവളിപ്പോ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടിരിക്കുക. നഴ്സിംഗ് സെക്കൻഡ് ഇയർ ആണ് പാസ്സായത്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ ഞാൻ ചേർക്കുമ്പോ എന്റെ കുഞ്ഞ് പഠിപ്പില്ലാതെ നിൽക്കുമോ എന്ന് പേടിച്ച സ്ഥാനത്ത് അവള് സെക്കൻഡ് PU ഫസ്റ്റ് ക്ലാസ് പാസ്സായി. 65 മാർക്കേ ഉള്ളൂ. പക്ഷെ ഇത് സെന്റ് ജോൺസ് കോളേജ് ദർശന കാണിച്ചു. ഞാൻ പറഞ്ഞു ദൈവമേ ഇതിന് കേറാൻ പറ്റുമോ? പോയി കോളേജ് നോക്കിയപ്പോഴേ പേടിയായി എനിക്ക്. എന്റെ അർഹത ഇത്രേ ഉള്ളൂ, എന്റെ ജീവിതം ഇത്രേ ഉള്ളൂ, പക്ഷെ എന്റെ മോളുടെ മാർക്ക് ഇത്രേ ഉള്ളൂ. ദൈവം പറഞ്ഞു നീ വിശ്വസിച്ച നിനക്ക് അവിടെ സീറ്റ് തരാന്ന്. പോയി അങ്ങനെ CET എഴുതാൻ പറഞ്ഞു. ഇവൾക്ക് അറിയത്തില്ല എന്റെ മോളിനെ അങ്ങനെ ഇടണം, പ്രത്യേകിച്ച് അവൾക്ക് അത്ര ഇതില്ലായിരുന്നു. പക്ഷെ CET എല്ലാം ലോക്കായി പോയി. ആൾ ടിക്കറ്റ് കൊടുത്തു. ഇപ്പൊ CET എഴുതിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിൽ കയറണം എന്ന് പറയുന്ന റൂൾസ് നമുക്ക് അറിയാതെ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ഉപാസിച്ച് ചൻപട്നയിൽ നിന്ന് പോവുക. എല്ലാവരും പറഞ്ഞു, ചില പാസ്റ്റർമാർ പറഞ്ഞു നിന്റെ മോളെ വീട്ടിലിരുത്ത്, 1 വർഷം വീട്ടിലിരിക്കേണ്ടി വന്നു, പാസ്സായാലും പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പൊട്ടിക്കറഞ്ഞു, നിന്റെ സന്നിധിയല്ലേ ഇരുന്നത്, ഞാൻ അനേക മക്കൾക്ക് കോളേജ് കാണിച്ചു കൊടുത്തില്ലേ, നീ പറഞ്ഞത് ചെയ്തില്ലേ, അപ്പൊ എന്റെ മകൾ എങ്ങനെ ഇരിക്കുമെന്ന്. CET ഗവൺമെന്റ് നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, നടന്ന സംഭവം കഴിഞ്ഞ വർഷം അല്ല അപ്പുറത്തെ വർഷം നിങ്ങൾ തിരക്കി നോക്കിയ ആൾ ടിക്കറ്റ് കൊടുത്ത ശേഷം പിന്നെയും രമ്യ മേഡം എന്ന് പറഞ്ഞ ഒരു ജില്ലാധികാരിയാണ്, അവരടുത്ത് പോയി DC അവരടുത്ത് പോയി സംസാരിക്കാൻ ദൈവം ഇടവരുത്തി. അവിടെ ഒരു ദൈവദാസി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ പോയി നിന്റെ മോൾക്ക് വേണ്ടി നിക്ക് സിസ്റ്ററെ, ഞാനുണ്ട് പ്രാർത്ഥിക്കാൻ. CET ഓഫീസിൽ ഒരു 4 പേര് കിട്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ. അവർ താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മേലെ പോയി സംസാരിച്ചപ്പോ അവർ ആരടുത്ത് നിൽക്കത്തില്ലെന്നോ. ഞാൻ പറഞ്ഞു ദൈവമേ ആമേൻ, നീ അവരെ നിർത്തണം. അബ്രഹാമിന്റെ കത്തിക്കും ഇസഹാക്കിന്റെ കഴുത്തിനും മധ്യ ഇറങ്ങി വന്ന ശബ്ദം അവിടെ ഇറങ്ങി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എന്റെ മോള് പഠിക്കണമെന്ന്. അപ്പോഴത്തേക്കിന് അവരെന്നാ ചെയ്തു, നിന്നു ಏನಮ್ಮയിൽ കുത്തിതിരാ എന്ന് പറഞ്ഞു മല്ലക്ക നടത്തി. ഞാൻ പറഞ്ഞു എന്റെ മോൾ ഇങ്ങനെയായി, നീ എന്നാച്ച എടുത്തോണ്ടിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അറിയാതെ പോയി, എല്ലാം തീർന്നു പോയി, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഹെൽത്ത് വിശ്വസം ഉണ്ടായിരുന്നു, എനിക്ക് അത്ര നേടാൻ ഓടി നടക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പത്തേക്കിനെ പൊക്കോ എന്ന് പറഞ്ഞേച്ചേ, ആകത്തില്ല അമ്മ നോക്കാം പൊക്കോ എന്ന് പറഞ്ഞ് നെഗ്ലേറ്റ് ചെയ്തു. ഞാൻ കരഞ്ഞോണ്ട് താഴെ സ്റ്റെപ്പ് ഇറങ്ങി. ഞാൻ ശിവാജി നഗറിൽ വന്നിട്ട് ഒരു അനാഥ കുഞ്ഞിനെ തുണി മേടിക്കുക. അപ്പോഴെല്ലാം ഇവർക്കെല്ലാം ചെയ്യുന്നുണ്ട്, എന്റെ ദൈവം പ്രവർത്തിച്ചില്ലല്ലോ എന്റെ മോൾക്ക് വേണ്ടിയെന്ന്. അപ്പൊ എന്നെ ഇറക്കി വിട്ടിട്ട് അവർ പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തോന്ന്. ഇങ്ങനെ എത്രയോ മാതാപിതാക്കള് അവർക്ക് ഹെൽത്ത് വിശ്വസോ എന്തൊക്കെയോ ഉണ്ടാകായിരിക്കും, ചിലർക്ക് അറിയാതെ പോയിരിക്കും. അവർ ഇനി എഴുതാൻ എത്ര പേരുടെ ഭാവി പോകുമെന്ന് പിന്നെയോ അവർ 3 ദിവസം രാത്രി പകൽ ഗവൺമെന്റ് ഓൺലൈൻ ഓപ്പൺ ചെയ്ത് പിന്നെ CET ആപ്ലിക്കേഷൻ ഇട്ടു. അപ്പൊ ആദ്യത്തെ പേരാണ് എന്റെ മോളുടെ പേര് എസ്തർ എന്ന്. അപ്പൊ അവർ ഫോൺ ചെയ്ത് പറഞ്ഞു എസ്തറിനെ ആപ്ലിക്കേഷൻ ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഈ ഇലക്ഷൻ കർണാടകത്തിലെ ഇലക്ഷൻ നടന്ന പിറ്റേ ദിവസം ദൈവം എനിക്ക് പിന്നെയോ അത് ഓപ്പൺ ചെയ്ത് കേരളയിൽ നിന്നെല്ലാം വന്ന് എഴുതി പിള്ളേർ 7800 പേർ എസ്തറിന്റെ കൂടെ പിന്നെ ഓപ്പൺ ആയപ്പോ എഴുതിയത്. അപ്പോ എന്റെ മോൾ മുഖാന്തരം ഞാൻ ഇച്ചിരി കരഞ്ഞാലും ഇച്ചിരി പൈസ ചെലവായാലും അത്ര പേർ എഴുതാൻ ദൈവകൃപ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് CET കിട്ടിയത്, ഇത് സെന്റ് ജോൺസ് കിട്ടിയത്. ഇപ്പൊ അവിടെ പോയി വലിയ കോളേജ് ഇന്റർവ്യൂ എടുത്ത എസ്തറിനെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ കാത്തലിക്സ് അല്ലേ അവിടെ. പക്ഷെ ഇവൾക്ക് അവിടെ ഒത്തിരി എന്നാ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അത്രയും മാന്യത ദൈവം കൊടുത്തു. 65 മാർക്ക് മേടിച്ച ഇവള് 100 പേരിനെ ലീഡറായി മാറ്റി. 1 മാസം ഫുള്ള് ഫസ്റ്റ് ലീഡർ ഇവളായിരുന്നു. അപ്പൊ എല്ലാം നല്ല ചെയ്തൊന്ന് എല്ലാ ക്ലാപ്സ് കൊടുക്കുന്ന പോലെ എന്റെ മോള് ഒരു കാര്യം ചെയ്യാറുന്നു. ഞാൻ എല്ലാ യവനസ്ഥരോട് ഒന്ന് പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കണം, അവരുടെ വാക്കിന് കീഴ്പ്പെടും. എന്റെ കൊച്ചിപ്പോ അവിടെ പുറത്തു പോയി അതുകൊണ്ട് പറയുന്നു, അവളുടെ മുന്നിൽ ഒന്നും പറയത്തില്ല. അവൾ അത്ര ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഞാൻ ഈ ചെറിയ കൊച്ചിനെ വിട്ടിട്ട് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു മാതാവിനെ പോലെ അവനെ നോക്കുമായിരുന്നു. ഒരു ഫ്രണ്ട്സ് ഇല്ല, ഒരു സ്വന്തക്കാർ വീട്ടിൽ വിടത്തില്ല. ഞാനും എന്റെ കുടുംബം എന്റെ മോളും ഇങ്ങനെ ശുശ്രൂഷ എല്ലാ ബാധ്യത അവൾ കേൾപ്പിച്ചു പോയി എല്ലാം നന്നായിട്ട് ചെയ്യാറുന്നു. പക്ഷെ അവൾ പഠിക്കാൻ ഇച്ചിരി കഷ്ടമായി, അവൾക്ക് ട്യൂഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ദൈവം അവളെ ഉയർത്തി മാനിച്ചു, എസ്തറിനെ മാനിക്കുന്നത് പോലെ മാനിച്ചു. പിന്നെ ഈ ഫസ്റ്റ് അമൗണ്ട് ദൈവം അത്ഭുതമായി കൊടുത്തു. ഈ അമൗണ്ട് സെക്കൻഡ് ഇയർ വന്നപ്പോ ഭയങ്കര കഷ്ടമായി. ഞാൻ പറഞ്ഞു പൊട്ടി കറഞ്ഞു.
ഞാൻ പറഞ്ഞില്ലല്ലോ അത്ര വലിയ കോളേജ്, എനിക്ക് ഏത് കോളേജായാലും അവള് പഠിക്കണമായിരുന്നു, പക്ഷെ നീയല്ലേ കൊണ്ട് ചേർത്തത്, എനിക്ക് വേണോന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഞാൻ അറിയാത്ത കാര്യം, അവിടെ മാനേജ്മെന്റ് സീറ്റിൽ നിന്ന് എനിക്ക് 40,000 ദൈവം കൊടുത്തു. എനിക്ക് 40,000 കടനായേനെ കഴിഞ്ഞ വർഷം. കടനില്ലാതെ ഒരാള് പറഞ്ഞു എന്നോട്, മോളെ നീ ഒന്ന് ലോൺ എടുത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആന്റി എന്നോട് ദൈവം പറഞ്ഞില്ല ലോൺ എടുക്കാൻ. കടന്നില്ലാതെ ഇത്രേ നാള് 1 രൂപ കടന്നില്ലാതെ എന്റെ 2 മക്കളെ പഠിപ്പിക്കുന്നത്, 2 ചർച്ച് വാടക കെട്ടാനും ആ കണ്ണുനീരിന്റെ പാതയുണ്ട്, ദുഃഖമുണ്ട്, ദുഃഖപത്രിയാന്ന് ദൈവം വിളിക്കുന്നതെന്നെ. പക്ഷേ കടനില്ലാതെ നടത്താൻ ദൈവശക്തനായി എനിക്ക് ഓരോരോ ദിവസം ആൾക്കാർ വന്നോണ്ടേയിരിക്കും, പൊക്കൊണ്ടേയിരിക്കും, പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കും, ആൾക്കാരെ പ്രവചനം കേൾക്കാൻ വരും, ചിലർ പൈസ ഇരിക്കുന്നവർ വരും, ഇല്ലാത്തവർ വരും, എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ജയെടുത്തത് കൊണ്ട് ആ വേദന എനിക്കറിയാം, അവരുടെ ദുഃഖം എനിക്കറിയാം. പൈസ ഇല്ലാതെ ഒരു ദിവസം ഞാൻ 200 രൂപ ഉണ്ട് ഒരു പ്രവാചകന്റെ അടുത്ത് ഓടുകയായിരുന്നു. കാരണം എനിക്ക് ആരും ഇല്ല, എനിക്ക് അത്ര നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്. അപ്പൊ ആ 200 രൂപ എടുത്തോണ്ട് ഓടിപ്പോയപ്പോ ഞങ്ങൾക്ക് വേണ്ടി ആലോചന ദൈവം കൊടുത്തില്ല, അവിടെ വിരുദ്ധമായിട്ട് വന്നേ. അപ്പൊ ആ കഷ്ടമെല്ലാം ഓർത്തിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇടവരുത്തി. പക്ഷെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് ഇന്നുവരെ വീഴാതെ, ആരോട് തിരിഞ്ഞ് നോക്കാതെ, ആരുടെ സഹായം ഇല്ലാതെ സ്വർഗീയ സഹായത്തെ നിരീക്ഷിച്ചോണ്ട് ഇന്നും കാത്തോണ്ട് ഓരോരോ ദിവസം നടത്തുന്നു. ഇന്ന് ഇവിടെ എല്ലാം ശുശ്രൂഷയ്ക്ക് വിളിക്കും, അവിടെ എല്ലാ പാവപ്പെട്ടവരാണ് വിളിക്കുന്നത്, എല്ലാ ദുഃഖിതരാണ് വിളിക്കുന്നത്. പക്ഷെ അവർക്ക് ആശ്വാസമായ പുത്രിയായി ദൈവം ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പിന്നെ 12 സഭ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേൾക്കുന്ന ദൈവമക്കൾ ഉണ്ടായിരിക്കുക, ദൈവദാസനുദാസി എന്റെ മുൻപിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇനി ഒത്തിരിയുണ്ട് പറയാൻ, ഒത്തിരിയുണ്ട് പറയാൻ. ഒരു പെണ്ണായിട്ട് ഒരു ഇല്ലാത്ത എന്നെ ഇത്രയും നടത്തിയത് ഒന്നേ ഒന്നുള്ളൂ, ദൈവത്തിന്റെ സ്നേഹം. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കർത്താവെ എന്തിനു വേണ്ടി എന്നെ ഇത്ര സ്നേഹിച്ചു അറിയത്തില്ല. എന്നെ കൈവിട്ടായിരുന്നെങ്കിൽ ദൈവം ഇന്ന് ഞാൻ റോട്ടിൽ നിന്നേനെ. എന്റെ മക്കളോട് ഞാൻ പറയുന്ന ഒരു വാക്ക്, നിന്റെ ദൈവത്തെ, ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ ദൈവത്തെ വിടരുത്. നിങ്ങൾക്ക് ആരുമില്ല, പക്ഷെ ദൈവം നിങ്ങൾക്കുണ്ട്. ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവം വരാറായി. എന്റെ പ്രാർത്ഥനയും എന്റെ വിശ്വാസവും കുറിച്ച് നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളായ ഉള്ള പ്രാർത്ഥന, തനിച്ചുള്ള ദൈവസ്നേഹം അറിയണമെന്നാണ് പറയുന്നത്. എന്നെ കാണുന്ന പിള്ളേർക്ക് പറയുന്നത് അങ്ങനെ, നമ്മളെ ഇഷ്ടപ്പെടത്തില്ല കർശനയോട്ട് പറയുന്നത് കൊണ്ട്. പക്ഷെ എന്റെ ദൈവം എന്നെ ഉപദേശിച്ച് ഇത്രയും നടത്തിയത് കൊണ്ട് ഞാൻ പറയുന്നു. ഇതിനെല്ലാം കാരണം എന്റെ പാസ്റ്റർ സ്റ്റീഫൻ പാസ്റ്റർ ആണ്, തമിഴ് പാസ്റ്റർ. മലയാളി ആന്റി എന്റെ ദുഃഖങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങൾ പറയാൻ. പിന്നെ ഒരു സുമിത്ര ആന്റി ഉണ്ട്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുകളില്ല, ഇരിക്കുന്നത് ആകെ 2-3 പേര്. അവർ ആത്മീക മാതാവാണ് എനിക്ക്. അവര് കൊടുക്കുന്ന ധൈര്യം. എന്റെ മക്കൾ എവിടെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്റെ അമ്മയെക്കാട്ടിലും നന്നായിട്ട് നോക്കിക്കൊള്ളു ഇവർ 2 കുടുംബവും. അങ്ങനെ ആയിട്ട് പോകുന്നു. അനേകർക്ക് സഹായിക്കാനും, ഇല്ലാത്ത സ്ഥലത്ത് അനേകർക്ക് സഹായിക്കാനും, അനേകരെ കരുതാനും, അനേകരെ ആശ്വസിപ്പിക്കാനും ദൈവകൃപ കൊടുത്തു നടത്തി. നിന്നെ ഈ ദേശത്ത് നിർത്തത്തില്ലെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ട് തല കുനിക്കുന്ന രീതിയിൽ ദൈവം അത്ഭുതകരമായി തല ഉയർത്തി നിർത്തിയിട്ടുണ്ട്. ദൈവം 2 സഭയിൽ ഇപ്പൊ ചർച്ച തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരായിട്ട് പ്രാർത്ഥിക്കേ. എനിക്ക് ഒന്നേ ഉള്ളൂ, ദൈവം എനിക്ക് മിനിനാളെല്ലാം ഒത്തിരി ഹെൽത്ത് അപ്സെറ്റ് ആയി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് 10 സഭയുണ്ട്, 2 മാത്രം സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി 10 സഭയുണ്ട്. എനിക്ക് 10 സഭയുണ്ട്. അത് സ്ഥാപിച്ച് അത് ഓരോരാളെ നിയമിക്കുന്നവരെ എന്നെ ജീവനോട് വെക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവം എനിക്ക് വേണ്ടി ഇത്ര അത്ഭുതം ചെയ്തു. ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ആരില്ലേലും, ആര് കൈവിട്ടാലും, ആര് നമ്മളെ ദുഷിച്ചാലും, ആര് തിരസ്കരിച്ചാലും, ആര് ഞങ്ങളെ നിന്ദിച്ചാലും, എന്തൊരു രോഗം വന്നാലും അപ്പനെ ഉള്ളതുപോലെ പറഞ്ഞ്, ഉള്ളതുപോലെ അനുസരിച്ച അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആരുമില്ലാത്ത ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത്രയേ സഹായിച്ചെങ്കിൽ എത്രയോ കുടുംബങ്ങള് പാരമ്പര്യ ക്രിസ്തുവിൽ നിന്ന് ഉള്ളവർ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇനി എത്ര സഹായിക്കാനാണ് എന്റെ ചോദ്യം. ഇനി എന്റെ വിശ്വാസം വൃദ്ധിപ്പെടാൻ എനിക്ക് രക്തസാക്ഷിയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ ഞാൻ ഏൽപ്പിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ റൗഡികളുടെ ഇടയിലാണ് എന്നെ കൊണ്ട് നടത്തുന്നത്. പക്ഷെ ദൈവം ധൈര്യം തന്ന്, ബലം തന്ന്, എന്ത് വ്യക്തി വന്നാലും സംസാരിക്കാനുള്ള കഴിവ് തന്ന് ദൈവം മാനിക്കുന്നുണ്ട്. ഇത്ര എനിക്ക് പറയാൻ, മലയാളത്തെ ആദ്യമാണ് ഇത്ര പറഞ്ഞത്. സംസാരിക്കും, പക്ഷെ ഇത്ര സാക്ഷിയായിട്ട് പറയാൻ അറിയത്തില്ലായിരുന്നു. ദൈവം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇത്ര എന്നെ നടത്തി. ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. മോൻ SLC പഠിച്ചു കഴിഞ്ഞു, എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അവനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പഠിത്തം മാത്രം, നമ്മൾ ദൈവം എങ്ങനെ പറയുന്നു അങ്ങനെ പോയാ അവൻ എല്ലാം നോക്കിക്കൊള്ളൂ എന്നുള്ള
പറയാനുള്ള സാക്ഷി എനിക്ക് ഇതാണ്. ഒത്തിരി സ്പീഡായി എന്ന് തോന്നുന്നു, ചിലർക്ക് മനസ്സിലാകുമോ ആകത്തില്ല, അറിയത്തില്ല എന്റെ മലയാളം. ദയവേത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങൾക്ക് ദൈവം തന്ന ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്താൽ നന്ദി. പ്രേസ് ലോർഡ് സിസ്റ്ററെ, വളരെ നല്ല മലയാളമാണ് പറഞ്ഞു. പ്രത്യേകിച്ച് ലാസ്റ്റ് ഭാഗമൊക്കെ ആയപ്പോൾ നന്നായിട്ട് പറഞ്ഞു. ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യം തുടക്കത്തിൽ ഒന്ന് ചിന്തിച്ചാ പറഞ്ഞത്, എന്നാൽ ലാസ്റ്റിലായപ്പോൾ നന്നായിട്ട് സംസാരിച്ചു. നമ്മുടെ ചാനലിൽ കർണാടകയിൽ നിന്ന് ഒരു പ്രിയ സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, കർണാടകക്കാരിയായ സഹോദരി. പക്ഷേ മലയാളിയാണ് വിവാഹം കഴിച്ചത്, അതുകൊണ്ട് മലയാളം പഠിച്ചു. സാധാരണ അങ്ങനെയൊക്കെയാണ്, സാധാരണ വിവാഹത്തിലൂടെയൊക്കെയാണ് ആളുകൾ മലയാളം പഠിക്കുന്നത്. പക്ഷേ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗഡ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ഒരു ഗൗഡയെ തന്നെ കല്യാണം കഴിച്ചു, ഗൗഡകളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുന്നു. പക്ഷേ നമ്മളെ ആത്മീയമായി നടത്തിയ പാസ്റ്ററും പാസ്റ്റർ ആൻറ്റിയും ഒക്കെ മലയാളികളായതുകൊണ്ട് മലയാളം പഠിച്ചു. അത് ഭയങ്കര ഒരു അനുഭവമാണ്, ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം ഊട്ടിയിലാണ് അല്ലേ? ഊട്ടിയിൽ നിന്നുകൊണ്ടായി ഉടുപ്പി മുൽക്കി എന്ന പ്രദേശത്ത് ഇപ്പൊ ശുശ്രൂഷയ്ക്ക് വന്നു. ഏതാ സ്ഥലം? ഉടുപ്പിയില്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഞ്ചരിക്കാറുണ്ട് അല്ലേ? അതേ ഉള്ളൂ എന്റെ ജീവിതം. അവിടെ ഇവിടെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. ശരി. ഉടുപ്പിയിൽ വേറെ ചർച്ചിൽ മീറ്റിങ്ങിന് വന്നതാ? അതെ. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. മോനും കൂടെയുണ്ട് അല്ലയോ? മോനും ഉണ്ട്, മോളും ഉണ്ട്. ഓ, അത് ശരി. 3 പേരും. ശരി. ചർച്ച എങ്ങനെയാ നിങ്ങൾ നടത്തുന്നത്? നിങ്ങളുടെ അപ്പം ഹസ്ബൻഡ് അവിടെ നോക്കുമോ? നമ്മളിങ്ങനെ സൺഡേ എല്ലാം നടത്തിയിട്ടാണ് ബുക്ക് ചെയ്തോണ്ട് വന്നത്. ശരി. ഇപ്പൊ ഫ്രൈഡേ പെണ്ണുങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് ചന്നപ്പട്ടണയിലെ ഏൽപ്പിച്ചിരിക്കുന്നു. തേഴ്സ്ഡേ 2 ചർച്ചാണ് ഇരിക്കുന്നത്. വീട്ടിലെ 1 ചർച്ച നടത്തും, പിന്നെ ചന്നപ്പട്ടണയിലെ ഹാൾ എടുത്ത് നടത്തും. അപ്പൊ ഇവിടെ വരുന്നവര് അവര് ഗുമ്പായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ചെന്നസന്ദ്രയിലെ ബാംഗ്ലൂർ. ചന്നപ്പട്ടണയിലെ ഒരു ആന്റിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ അവർ നടത്തിക്കൊള്ളു. നേരത്തെ ഹസ്ബൻഡും പാസ്റ്റർ ആണെന്നാണോ പറഞ്ഞത് നേരത്തെ? അതെ അതെ. ഞാനും പിന്നെ അത് പറഞ്ഞില്ല, BTH കഴിഞ്ഞായിരുന്നു, DTH കഴിഞ്ഞായിരുന്നു. പിന്നെ ഇത് മന്ത്ലി 1 ക്ലാസ് അറ്റൻഡ് ചെയ്ത് BTH കഴിഞ്ഞു, പിന്നെ MDU കഴിഞ്ഞു, ഗ്രാജുവേഷൻ ആയി 2 പേർക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിബി പാസ്റ്റർ അറിയാമായിരിക്കും നിങ്ങൾക്ക്. ആ പാസ്റ്ററുടെ കൂടെ ഒരു മീറ്റിംഗ് പ്രവർത്തനയില് അച്ഛൻ വർക്ക് ചെയ്യും. പക്ഷെ ഞങ്ങൾ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത് 2 പേരും. നമ്മുടെ ഹസ്ബൻഡും. കാരണം പാസ്റ്റർ വളർത്തപ്പെട്ടതും ഒരു കോട്ടയംകാർ ജോൺസൺ കെ വർഗീസ് ആ പാസ്റ്റർ. അതുകൊണ്ട് 2 പേർക്കും മലയാളം അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, പിന്നെ ഹിന്ദി അറിയാം. ഹിന്ദിയിൽ സംസാരിക്കുമോ? അതെ, ഇത്ര ക്ലിയർ ആയിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ. ശരി, ദൈവം സഹായിക്കട്ടെ. എന്തായാലും ഒരു വലിയ ഭാഗ്യമാണ്. സംസാരിക്കും. പേര് ഇട്ടത് ഭാഗ്യം അല്ലേ? അമ്മയുടെ പേരെങ്ങനെയായിരുന്നു? നിങ്കമ്മ ഗൗഡയുടെ മകളാണ്, 10ാമത്തെ മകളാണ് ഭാഗ്യം. അപ്പന്റെ പേര് നഞ്ചേഗൗഡയുടെയും നിങ്കമ്മ ഗൗഡയുടെയും 10ാമത്തെ മകൾക്ക് ഭാഗ്യ എന്നാ പേരിട്ടത്. പക്ഷെ ശരിക്കും യേശുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വലിയൊരു ഭാഗ്യമായി മാറി അല്ലേ? ആ പേര് പോലെ തന്നെ. അതെ അതെ, ദൈവാത്മ പറഞ്ഞ ഭാഗ്യവതിയാന്ന്. പക്ഷെ ഞാൻ സൺഡേയാ ജനിച്ചതെന്ന്, അപ്പൊ എല്ലാം പേരിടാൻ ഒക്കാതെ ഭാഗ്യാന്ന് പേര് വെച്ചു വന്ന്. ശരി, ഭാഗ്യ. അപ്പൊ ഭാഗ്യവതിയാന്ന്. യേശുവിനെ അറിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ മക്കൾക്കും ദൈവത്തെന്ന പേര് തന്നെ ഇട്ടു. ജോൺ എന്ന് ഇടാൻ പറഞ്ഞു. ജോൺ എന്ന് ഒരു പ്രവാചകൻ പറഞ്ഞു, ഇവന് ജോനെ പോലെ ശുശ്രൂഷ. ഇപ്പോൾ പ്രവചിക്കും അവനും. ദൈവകൃപയാലെ ഒരു ദർശനം കാണുന്ന ഒരു മകളും പ്രവചിക്കുന്ന ഒരു മകനെ ദൈവം തന്നു. 4 പേരും ശുശ്രൂഷയിലാണ്. മോന് പ്രാർത്ഥിക്കല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. എനിക്ക് അയച്ചു തന്ന ഫോട്ടോയ്ക്കകത്തെ മോള് ഒരു പൂക്കളുടെ ബൊക്കയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരുന്നോ? ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആയിരുന്നു. മോള് ഗ്രാജുവേഷൻ കാണാൻ വന്നതാ. യാരോ ബൊക്കെ തന്നു എന്റെ ആന്റി, അത് പിടിച്ചോണ്ടോള് നിൽക്കുന്നു. അതായത് നിങ്ങളുടെ ബൈബിൾ കോളേജ് 2 പേരും ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ള ഫോട്ടോ അല്ലേ? അതെ, അവള് ചിരിച്ചോണ്ട് പിടിച്ചോണ്ടിരിക്കുക. മകളുടെ ഗ്രാജുവേഷന് ഞങ്ങള് വരണം,
മാതാപിതാക്കൾ വരണം. പക്ഷെ എന്റെ അനുഗ്രഹം മാതാപിതാക്കളുടെ ഗ്രാജുവേഷൻ ഞാൻ വന്നിട്ടുണ്ടെന്ന് സന്തോഷത്തോടെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോയില്. മോള് ഭാഗ്യമുള്ള മോളാ, കാരണം അമ്മയുടെയും അപ്പൻ്റെയും ഗ്രാജുവേഷൻ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ പാസ്റ്ററും സിസ്റ്ററും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന് 12 ചർച്ചുകൾ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം തരാൻ വിശ്വസ്തനാണ്. അനേക ഗൗഡന്മാരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീരട്ടെ. രക്തസാക്ഷിയാകണം എന്ന ആഗ്രഹം ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും എനിക്ക് രക്തസാക്ഷിയാകണമെന്ന്. നമ്മുടെ കർത്താവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മളൊരു ഊഹാപോഹത്തെ ഒന്നും അല്ലല്ലോ പിൻപറ്റുന്നത്. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രിയപ്പെട്ട ഭാഗ്യ സിസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ. പരിശുദ്ധ ദൈവാത്മാവേ, നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞങ്ങളെ നീ ഓർത്തല്ലോ, ഈ ചാനലിനെ തന്നല്ലോ. ദൈവദാസിക്ക് ദാസന് വേണ്ടി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അർഹതയില്ലാത്തവരാണ് ഞങ്ങൾ. ആടിന്റെ ഇടയിലാണ് ഇരുന്നത് ഞങ്ങൾ. ദാവീദിനെ പോലെ ആട് മേച്ചോണ്ട് കരഞ്ഞോണ്ട് പാട്ടുപാടിക്കൊണ്ട് സ്തുതിച്ചോണ്ടിരുന്ന എന്നെ ഇത്രത്തോളം ആക്കിയ ദൈവത്തിന് സ്തോത്രം. എന്നെ ആരോ പറഞ്ഞപ്പോ, ഒരു അബ്രഹാം സാർ പറഞ്ഞപ്പോ എന്നെ ഇവർ ഓർത്ത് അത്രയും നാള് വിളിച്ചു. പക്ഷെ എനിക്ക് സമയമില്ലായിരുന്നു, ദൈവം അറിയുന്നു. പക്ഷെ ഈ സമയത്ത് ഇത്രയും തടസ്സങ്ങളുടെ നടുവിൽ ഇവരെന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സാക്ഷി പറയുവാൻ ഇടവർത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എത്ര പ്രേക്ഷകർ കാണുന്നു. ആമേൻ. വലിയവർ, ചെറിയവർ, യൂത്തുകൾ, ആമേൻ, പ്രായമുള്ളവർ കാണുന്നവർക്ക് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ, എന്നെ അനുഗ്രഹിച്ച് നടത്തിയ ദൈവം അവർക്ക് എന്തെല്ലാം ബാധിപ്പുകളുടെ കൂടിൽ, എന്തെല്ലാം വേദനകളുടെ കൂടിൽ, എന്തെല്ലാം പ്രയാസത്തിന്റെ നടുവിൽ അവർ യാത്ര ചെയ്യുന്നു നമുക്കറിയത്തില്ല ദൈവമേ. ഹൃദയങ്ങളെ അറിയുന്നവൻ നീയാണ്. ഓരോരുത്തരുടെ മാനസിക ആമേൻ ആമേൻ ഭൗതിക ശാരീരിക എല്ലാ കാര്യങ്ങളും ദൈവം നിവർത്തിച്ചു തരണം. ബന്ധനം ഉള്ളവർ ബന്ധനം അളിക്കപ്പെടണം. എനിക്ക് ചെയ്ത സ്ട്രോക്ക് അടിച്ചാലോ എഴുന്നേപ്പിച്ച ദൈവം ആമേൻ. മൈൻഡ് കർത്താവെ ഡിപ്രഷനിൽ 2 പ്രാവശ്യം പോയാലും ആമേൻ ഭ്രാന്തിയായി റോഡ് നടക്കേണ്ട എന്നെ ഇന്ന് ദൈവത്തിന്റെ വചനമായി അനേക സഭകളിൽ നടക്കുവാൻ കൃപ തന്നതുപോലെ അനേകർ മാനസിക രോഗിയായിരുന്നാൽ സൗഖ്യത്തരണമേ കർത്താവെ. ആമേൻ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കാണുന്ന ഓരോരുത്തരും ആമേൻ ഈ ദൈവം നല്ലവനാണ്, ഇവനെ മേൽമേൽ ആരാധിച്ച കൊള്ളത്തില്ല, ഇവന്റെ അകല അറിയണമെന്നുള്ള ബോധ്യം ദൈവം കൊടുക്കണമേ കർത്താവെ. ആഴത്തിൽ നടത്തുക. ആമേൻ. മത്സ്യങ്ങൾ കിട്ടുന്നു. പേദ്രുവിനോട് പറഞ്ഞതുപോലെ ആമേൻ ദൈവ വചനത്തിന്റെ ആഴത്തിൽ ഇറങ്ങി നിന്റെ മഹത്വത്തെ മുത്തുകളെ ആമേൻ പറിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവദാസന് ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും അനേക സാക്ഷികൾ കർത്താവെ ഇവർ കേട്ട് ബലപ്പെടുന്നതല്ലാതെ അനേകർക്ക് ഇവർ ആമേൻ അറിയിക്കുന്നത് കൊണ്ട് ഇവർക്ക് തന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ കുടുംബത്തെ ആമേൻ മക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ മേൽ കർത്താവെ നിന്റെ തീ ഇറക്കി ആമേൻ ഇനി അഭിഷേകം ചെയ്യണമേ. ഇനി അറിയപ്പെടാത്തവർ കർത്താവെ ഈ ചാനലിൽ കൂടി അറിയപ്പെടാനുള്ള ആമേൻ ഈ നല്ല ദൗത്യം ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് മൂലയിൽ വലിയ സാക്ഷിയായിട്ട് കിടക്കുന്നവരെ കൊണ്ടുവന്നവരുടെ സാക്ഷി അനേകർക്ക് അറിയപ്പെടേണ്ടതിന് ദൈവം ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ, ആശീർവദിക്കണമേ. പ്രകാരം ചെയ്തതോർത്ത് നന്ദി. ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ഭാഗ്യ സിസ്റ്ററുടെ മേൽ തന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്ററെ, ഒത്തിരി നന്ദിയുണ്ട്. ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം പിന്നെ ശക്തമായിട്ട് അനേകർക്ക് ആശ്വാസം വിടുതലുമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്.